അഭിമുഖങ്ങൾക്ക് ഇത്രമേൽ ആരാധകരുള്ള മറ്റൊരാൾ ഉണ്ടാവില്ല. കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി ചോദ്യം ചോദിക്കുന്നവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരാൾ, മലയാളികളുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ. ഈ ഓണനാളിൽ ധ്യാൻ, സ്വാഗതം. ഈ എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. ആ ചോദ്യത്തിന് പിന്നിലൊരു കാരണമായുള്ളത് എനിക്കൊരുപാട് ഇഷ്ടമാണ്. അത് തുറന്ന് സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ്, പൊടുന്നനെ മറുപടി പറയുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ്. ഞാൻ ആഗ്രഹം പറഞ്ഞോട്ടെ, ഞാൻ അളിയാന്ന് വിളിച്ചോട്ടെ. സത്യത്തിൽ ഒരു അളിയനെ പോലെ വളരെ ചേർത്ത് പിടിക്കാവുന്ന ഒരാളെന്ന് ഇന്റർവ്യൂകളിലൂടെ തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ധ്യാൻ എങ്ങനെയാണ് ഒട്ടും പേടിയില്ലാതെ, എന്തെങ്കിലും അപകടം വരുമോ എന്ന് പോലും ഭയക്കാതെ, വളരെ പെട്ടെന്ന് രസകരമായി ഇങ്ങനെ മറുപടിയിൽ പറയുന്നത് എങ്ങനെയാണ്? അല്ല, നമ്മളീ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, നമ്മളൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിലും നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാരെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണല്ലോ നമ്മൾ ഇവരെയൊക്കെ കുറേ വർഷങ്ങളായി കണ്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ട് ഇവർക്കിടയിലൊക്കെ. ഇത് കംഫർട്ട് സോൺ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും പുറത്ത് നമ്മൾ ചില പരിസരം മറന്ന് നമ്മൾ അത്തരം എല്ലാവരും ഒരേ രീതിയിൽ അതിനെ എടുക്കണം എന്നില്ല. ചില കളിയാക്കലുകൾ എല്ലാവരും ചിലർക്ക് ഈഗോ അടിക്കും, തമാശ പറയാം. കാരണം നമ്മുടെ കഥകളിൽ നമ്മൾ പറയുന്നതൊക്കെ വേറൊരാളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ആ സ്വാതന്ത്ര്യം നമുക്ക് അയാളുടെ പുറത്തോ അല്ലെങ്കിൽ അയാളുടെ അടുത്തോ ഇല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചടിക്കും. അപ്പോൾ അത്തരത്തിൽ എനിക്ക് അത്രയും ഉറപ്പുള്ള സ്ഥലത്തും അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരും തിരിച്ചെന്തെങ്കിലും പറയണം, നമ്മൾ ഓക്കെ ആയിരിക്കണം. അത്തരം സ്ഥലത്തും സന്ദർഭങ്ങളിലും മാത്രമേ. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ധ്യാൻ ആരോട് എന്തു പറഞ്ഞാലും അവർ ഓക്കെയാണ്, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്. ധ്യാനെ സംബന്ധിച്ചിട്ട് വായിൽ വരുന്നത് പറയുന്നതല്ല, അല്ലേ? കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് മാത്രം സംസാരിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ കൊള്ളേൻ്റെ അടുത്ത് കൊള്ളുകയും ചെയ്യും, എന്നാൽ ആർക്കൊട്ട് ഉപദ്രവമില്ല. നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം എല്ലാ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പ്രതികരിക്കുന്നില്ലല്ലോ. നമ്മളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ അപ്പം കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും എല്ലാം നമ്മുടെ ജോലിയായിട്ട് സംബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളേ ഉള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ വഴിയെ പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പം ആ സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്ന ചില വിവാദങ്ങളിലൊക്കെ ചെന്നപ്പെടാറില്ലേ? അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് കാണുന്നുള്ളൂ അല്ലേ? ആരെങ്കിലും വന്ന് പരാതിയൊക്കെ പറയാറുണ്ടോ? എന്നെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, പിന്നീട് ഇല്ല, പരാതിയായിട്ടൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതൊക്കെ അവർ ആ സെൻസിൽ നമ്മൾ പറയുന്നതുകൊണ്ടാവാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പൊതുവായ ആളുകൾ ഇങ്ങനെ ധരിക്കുന്നുണ്ട്. അതായത് ധ്യാൻ സൂക്ഷിക്കണം, ധ്യാനോടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങളോട് ക്യാമറാമാൻ, പ്രൊഡ്യൂസർ ഒക്കെ പറയുന്നുണ്ട്, എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മള് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാളായിട്ടല്ല, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് പെട്ടെന്ന് തോന്നും. അതിലെ മാജിക് എന്തെന്നായിരുന്നു ചോദ്യം? എനിക്കത് കൃത്യമായി ചോദിച്ചാൽ ഞാൻ അറിയില്ല. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ നമ്മൾ അടുത്തറിയാവുന്ന ആൾക്കാരോട് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ നമ്മൾ. അപ്പം ധൈര്യമായിട്ട് എന്തും പറയാം ധ്യാൻ. ഈ സൗഹൃദം ഇവിടെ തുടങ്ങുകയാണ്. ശരിയളിയാ. അപ്പോൾ ഞാൻ പലപ്പോഴും ധ്യാൻ്റെ മിക്ക ഇൻ്റർവ്യൂസും കാണാറുണ്ട്. അതിൽ പല ഭാഗങ്ങളും വൈറലായതുകൊണ്ട് കൂടുതൽ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് റീൽസൊക്കെ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും. പലപ്പോഴും അച്ഛനെ, ചേട്ടനെയൊക്കെ വളരെ തമാശ രൂപേണ അവതരിപ്പിക്കാറുണ്ട്, അവരെ പറ്റിച്ച കഥ ഒക്കെ പറയാൻ. പക്ഷേ ശരിക്കും ധ്യാന് ഇവരോടുള്ള അപ്രോച്ച് എന്താണ്? ഇവരോടുള്ള ആത്മാർത്ഥത എന്താണ്? ശരിക്കും ഇവർക്ക് എന്നെ വലിയ കാര്യമാണ്, അതുപോലെ അവർക്ക് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഇന്ന് ഇവരെ എങ്ങനെ ഊറ്റി ജീവിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യകാല ചിന്തകളൊക്കെ തന്നെ. സ്കൂൾ സമയമൊക്കെ, കോളേജ് സമയമൊക്കെ ഒരു പരിധിവരെ, സ്കൂൾ കഴിഞ്ഞ് കോളേജ് സമയമൊക്കെ ഏട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, അച്ഛൻ കൈവിട്ടപ്പോൾ. അപ്പോൾ ഏട്ടനോടൊരു എന്തൊക്കെ പറഞ്ഞാലും
അച്ഛൻ്റെ സ്ഥാനത്താണ് ജ്യേഷ്ഠൻ. പക്ഷെ എന്ന് വെച്ചിട്ട് ചേട്ടനോട് പറയേണ്ട കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പറയാറുണ്ട്. അച്ഛൻ്റെ അടുത്ത് നേരിട്ട് ഒന്നും പറയാനുള്ള ധൈര്യമില്ല പലപ്പോഴും. പക്ഷെ അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ വന്ന് പറയും. ഈ ഇന്റർവ്യൂസ് ഒക്കെ അവർ കാണാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അടുത്തിടെ ഒരു സിനിമ എന്തോ ടെലിവിഷനിൽ കണ്ടിട്ട് അച്ഛൻ അഭിപ്രായം പറഞ്ഞു എന്നുള്ള അതെ അതെ വീഡിയോ വൈറലായി. അതെ അതെ പുള്ളി നേരിട്ട് തന്നെ അപമാനിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ നേരിട്ട് പുള്ളിയുടെ അടുത്തൊന്നും പറയാറില്ല. ഇന്റർവ്യൂയിലൂടെ പറഞ്ഞ് ശരിക്കും ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് മൂഡാണ് നിങ്ങൾ അച്ഛനെ കാണുമ്പോഴും ചേട്ടനുമായിട്ടും ഒക്കെ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പൊതുവെ പുള്ളിനെ അങ്ങനെ നേരിട്ട് എന്താ പറയണ്ടേ, പണ്ടൊക്കെ സിനിമയെക്കുറിച്ചൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പുള്ളി വളരെ ഓപ്പണായിട്ട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു പുള്ളിയുടെ ഒരു സിനിമ കണ്ടതിന് ശേഷം. പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു തവണ ഇതേപോലെ ഇതൊരു സിനിമയെക്കുറിച്ച് പുള്ളി എഴുതിയൊരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് പുള്ളി ഭയങ്കരമായിട്ട് ശോഭിക്കുകയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളി അത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളല്ല. അതിനെ അല്ല ഹെൽത്തി ആയിട്ട് എന്നെ കാണുന്നില്ല. ഞാൻ പുള്ളി ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞതാണ്. അന്ന് എന്നെ കുറേ ചീത്ത പറഞ്ഞു. പിന്നെ ഞാനിതുവരെ പുള്ളിയുടെ സിനിമയെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പോയിട്ടില്ല. കാരണം അവരെ തിരിച്ചത് സംഭവിക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. തിരിച്ചത് സംഭവിക്കുന്നു. അല്ല, തിരിച്ച് പറയുന്ന പലപ്പോഴും കാര്യമുള്ള കാര്യമായിരിക്കും. കാരണം നമ്മുടെ അപ്രോച്ചും പുള്ളിയുടെ സിനിമയോടുള്ള അപ്രോച്ചും രണ്ടായതുകൊണ്ടും അത് പറയുമ്പോഴാണ് ഈ അച്ഛനാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ സറ്റയർ അങ്ങനത്തെ ഒരു ജോണറിലുള്ള ഒരു ഫിലിംസാണ് പൊതുവെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതും ഇഷ്ടമുള്ള ചിത്രങ്ങളും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ധ്യാനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു ബാരിയർ ഒന്നും ഞാൻ പറയുന്നതും പ്രകടിപ്പിക്കുന്നതും എല്ലാം സറ്റയറാണല്ലോ. അല്ല, പുള്ളി സിനിമ എഴുതി തുടങ്ങുന്ന പ്രായം എന്ന് പറയുന്നത് 35 വയസ്സിലൊക്കെയാണ് പുള്ളി ആദ്യ സിനിമ എഴുതുന്നത്. എനിക്ക് ആ പ്രായം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ ഒരു കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പം 10-12 വർഷം 13 വർഷമായിട്ടുള്ളൂ. 13 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നത് 13 വയസ്സാണ്. ഓക്കെ, 13 വയസ്സെന്ന് പറയുമ്പോൾ ഒരു 8ാം ക്ലാസ് പ്രായമായിട്ടുള്ളൂ. ഇനി മുന്നോട്ടാണ് നമ്മളിനി ആക്ച്വലി ഇപ്പോൾ ഒരു ബേസായി ഒരു പ്ലാറ്റ്ഫോമായി അച്ഛൻ്റെ പേരിലല്ലാതെ ഒരു സിനിമക്കകത്ത് സിനിമക്കാരുടെ ഇടയിൽ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യമുള്ളൂ. ധ്യാനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കുടുംബമാണ്. പക്ഷേ ഇപ്പോഴുള്ള ഒരു ധ്യാൻ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ലേബലല്ല അറിയപ്പെടുന്നത്. ധ്യാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരെന്നൊക്കെ നമുക്ക് പറയാം. അല്ല, അതൊക്കെ സിനിമയിൽ ഇപ്പോഴും നമ്മൾ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആരും ഒന്നും ആയിട്ടില്ല. കാരണം ഒരു സിനിമ കൊണ്ടൊന്നും ഒരാളുടെ ഫേറ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ മാത്രമേ ഉള്ളൂ. ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയുടെ സക്സസ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യും, ആ നടൻ്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യും. അടുത്ത അയാളുടെ സിനിമ മോശമാണെങ്കിൽ അതേപോലെ അയാൾ ഈ തെറിവിളിയും ഒക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പം നമ്മളിവിടുത്തെ ഏറ്റവും വലിയ നടന്മാരെ എടുത്ത് നോക്കിയാൽ തന്നെ അവർക്ക് ഇതേപോലത്തെ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് മോശം സിനിമ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ ആരും സെക്യൂർ അല്ല, ആരും സേഫ് അല്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ അപ്പം തന്നെ അതിനുള്ള തിരിച്ചടികളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങണം. നല്ല സിനിമ വരുമ്പോൾ ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, മോശം പറയുമ്പോൾ അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ കാണാൻ പാടുള്ളൂ ഇന്ന്. അതെ, ഈ കൈവിട്ട് അടിച്ച് പൊളിച്ച് നടന്ന ഒരു കാലമുണ്ട്, അത് പലപ്പോഴായി കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു തവണ അച്ഛൻ ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. നിനക്ക് എന്താവാനാ ആഗ്രഹം? അപ്പോൾ എന്താവാനെന്നിങ്ങനെ പതിയെ പറഞ്ഞ അവസാനം സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു നടൻ ആകണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്? ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ അങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെനിക്ക് കൃത്യമായൊരു കാരണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം വരെ നമ്മൾ പഠനം, കോളേജ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ പഠനം, കുട്ടിയുടെ കല്യാണം, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാന കാലം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കാല് നീട്ടി ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കണം. ഞാൻ ആദ്യമേ ചെയ്യാൻ ആഗ്രഹിച്ചത് അതാ. നമ്മൾ അവസാനം തിരിച്ച് റിവേഴ്സ് ആലോചിക്കുകയാണെങ്കിൽ ഇതല്ലേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ബാധ്യതകളും ഒഴിവാക്കി മക്കളൊക്കെ ആയി കുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട് ഒരു റിട്ടയേർഡ് ജീവിതമാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്ന ജീവിതം ഒരു 50 വയസ്സിന് ശേഷം. അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു 40 വയസ്സിൽ നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനൊരു 35 ഇപ്പം തന്നെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. കാരണം കുറേ വർഷം ജോലി ചെയ്തു, അത്യാവശ്യം ജീവിക്കാനുള്ള പിന്നെ എന്ത് പൈസ വേണം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എത്ര പൈസ വേണം മുന്നോട്ട് ജീവിക്കാൻ, ഇതൊക്കെയുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ശിഷ്ടകാലം ഇനി എന്തുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ റിട്ടയർ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പം എൻ്റെ ചിന്ത അന്ന് മുതലേ
അച്ഛന് ഇത്രയും സ്ഥലത്ത് സ്ഥലങ്ങളുണ്ട്, സമ്പാദ്യമുണ്ട്, അത് വിറ്റ് കിട്ടി, ഇത്രയും പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇത്രയും കോടി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പൈസ വരും. ഫുള്ള് അങ്ങനെ കണക്കൂട്ടലുണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെന്തെങ്കിലും ചെയ്യണമല്ലോ, എന്നാൽ പിന്നെ അതും കൂടെ ചെയ്ത് അതും കൂടെ ഫിക്സഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും. ചിന്തകൾ നമ്മൾ ഇത്തരം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറയല്ലോ, വീട്ടിലും ചർച്ച ചെയ്യല്ലോ. ഭാര്യ എന്താണ് ഇതിനോടൊക്കെ ഒന്ന് എങ്ങനെയാണ് പറയുന്നത്? അല്ല, ഭാര്യ ഇപ്പോഴും അപ്പോഴും എൻ്റെ ചിന്തകളോട് മറ്റേ വേറിട്ട ചിന്തകളാണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഭിന്ന അഭിപ്രായമൊന്നുമില്ല. അല്ല, നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അമ്മയല്ല ഭാര്യയാണ് ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, ഈ പോക്ക് നല്ലതിനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കാൻ ശ്രമിക്കാറ്. അങ്ങനെ എന്തെങ്കിലും, അതായത് ഈ കൃത്യമായി എല്ലാവരോടും മുഖത്ത് നോക്കി പറയേണ്ടത് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ധ്യാനം. എന്തായാലും അർപ്പിതയ്ക്ക് അറിയാം. അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പോകുന്ന വഴിക്ക് പൊയ്ക്കോ എന്നാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പൊയ്ക്കോ എന്ന് തന്നെയാണ്. കാരണം അതിനെക്കുറിച്ച് പിന്നെ അതൊന്നും കാണാറില്ല പുള്ളിക്കാരി അധികം ഇതിനെക്കുറിച്ച്. പിന്നെ സിനിമ, മലയാള സിനിമ അല്ലെങ്കിൽ കാണുന്നത് വളരെ കുറവാണ്. പിന്നെ ഈ സിനിമാ ലോകമൊന്നുമായിട്ട് വലിയ പരിചയമില്ല. ആൾക്കാരെയൊക്കെ കുറച്ച് പേരെയൊക്കെ അറിയുള്ളൂ. സിനിമ കാണുന്നതും കുറവാണ്, മലയാള സിനിമ പ്രത്യേകിച്ച്. പുള്ളിക്കാരി വളർന്നതൊക്കെ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സേഫാണ്. നമ്മുടെ സിനിമകൾ കാണുന്നതും വളരെ കുറവാണ്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ചൂസി ആയിട്ടുള്ള ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. പക്ഷേ ധ്യാനെ സംബന്ധിച്ചിടത്തോളം ധ്യാനില്ലാത്ത സിനിമകളില്ല, കൈ നിറച്ച് പടങ്ങളാണ്. അത് ധ്യാൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ ധ്യാനിൽ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഒരു കാര്യം അതും കൂടിയാണ്. കാരണം ഈ ശ്രീനിവാസൻ എന്ന നടൻ അദ്ദേഹം തന്നെ എഴുതി മനോഹരമാക്കുന്ന സിനിമകളിൽ അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിലും മികച്ച ഒരു റോൾ അവിടെ ചെയ്യാനുണ്ടാവും. പക്ഷേ ആ വേഷം സ്വയം തിരഞ്ഞെടുത്ത് അത് ഏറ്റവും മനോഹരമാക്കുന്ന ഒരാളാണ്. അതുപോലെയാണ് ധ്യാൻ്റെ ജീവിതത്തെ എനിക്ക് തോന്നുന്നത്. കാരണം വളരെ സിമ്പിളായിട്ട് ഞാനാണ്, അതിനപ്പുറത്ത് എനിക്ക് നടിക്കേണ്ടതില്ല, ആരുടെയും മുമ്പിൽ പൊങ്ങച്ചം പറയേണ്ടതില്ല, എനിക്ക് എൻ്റെ ലൈഫ് ഇതാണ് എന്നത്. അപ്പോൾ ഒരുപക്ഷെ അച്ഛനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം അതാണെന്ന് എനിക്ക് തോന്നി. അത് ശരിയാണോ? അല്ല, ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ, സിനിമ ഏട്ടനും അച്ഛനും ഭയങ്കര പാഷനേറ്റ് സിനിമ അല്ലെങ്കിൽ സിനിമയോട് അതിയായിട്ടുള്ളൊരു അഭിനിവേശമുള്ള ആൾക്കാരാണ്. എനിക്കതൊന്നും ഇല്ല ബേസിക്കലി. കാരണം ഞാൻ സിനിമ കണ്ടിരുന്നത് തന്നെ വളരെ കുറവാണ്. എന്നുവെച്ചാൽ ഒരു മലയാള സിനിമ കണ്ടിരുന്ന ഒരു 2013 ശേഷമാണ് ഞാൻ ഒരുപാട് സിനിമകൾ മലയാള സിനിമ തന്നെ കാണുന്നത്. കാരണം വളർന്നതും ഒക്കെ ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെയാണ് സിനിമകൾ കാണുന്നത് തന്നെ കുറവാണ്. വളരെ യാദൃശ്ചികമായി ചേട്ടൻ ഒരു അവസരം തന്നപ്പോൾ ശോഭനേനെയൊക്കെ കാണാലോ എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് സിനിമയിൽ വരുന്നു. പക്ഷെ അത് ധ്യാൻ്റെ വേറൊരു മുഖമായിരുന്നു കേട്ടോ, മനോഹരമായി. അത് ഇപ്പോഴത്തെ ധ്യാനല്ല. കാരണം തട്ടത്തിൻ മറയത്തിന് ശേഷമുള്ള സിനിമയായിരുന്നു തിര. അതുകൊണ്ട് തന്നെ അത് തട്ടത്തിൻ മറയത്ത് അത്യാവശ്യം ഓടിയ സിനിമയാണ്. ഇത് തുടങ്ങുന്നതിന് മുന്നേ എന്നോട് ചേട്ടൻ പറഞ്ഞത് ഇത് ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്, ഇത് ചിലപ്പോൾ വിചാരിച്ച പോലെയൊന്നും നീ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കില്ല, തട്ടം പോലെ ആയിരിക്കില്ല. അപ്പോൾ വലിയൊരു സക്സസ് ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല തിരയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്നെ ഇതിനെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് പുള്ളി വിളിക്കുന്നത് തിരയിൽ അഭിനയിക്കാൻ. അത് പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ ഒരാൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടതുകൊണ്ട് ആ പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ കയറി ആ റോൾ അഭിനയിക്കുകയും അത് പുള്ളി കണ്ടിട്ടാണ് എന്നെ തിരയിലേക്ക് നീ ഈ റോള് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിളിക്കുമ്പോൾ ഒരു ഹിറ്റ് സിനിമ ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ മൂന്നാമത്തെ സിനിമ ഇതിൽ നമ്മൾ കാരണം അത് സിനിമ മോശമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്നോട് അന്ന് വലിയ തടിയില്ല, എന്നാലും ഒന്ന് ജിമ്മിൽ പോകാൻ പറഞ്ഞു, എന്നോട് പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സിനിമയൊന്നും അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇവർക്കൊക്കെ ഉള്ളൊരു സാധനം, ഒരു പാഷൻ ഫോർ ആക്ടിങ് എനിക്കില്ല. എനിക്ക് പാഷൻ ഫോർ ഫിലിം മേക്കിംഗ് ഉണ്ട്. അത് കുറച്ച് കാലമായിട്ട് ഞാൻ ഡിസ്കവർ ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കാലം മുതൽ ഒരു 10 വർഷമേ ആയിട്ടുള്ളൂ. അന്ന് തൊട്ടിട്ടുള്ള ആഗ്രഹം ഫിലിം മേക്കിംഗ് ആണ്. അഭിനയത്തോട് വലിയൊരു അഭിനിവേശം അന്നും ഇന്നുമില്ല. പിന്നെ അത്യാവശ്യം കുടുംബമൊക്കെ നോക്കുന്നതുകൊണ്ട് വീട്ടിലൊക്കെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് സെറ്റായതുകൊണ്ട് വീട്ടിലാർക്കും പരാതിയില്ല, പ്രശ്നങ്ങളില്ല. പണ്ട് അതൊക്കെ പ്രശ്നമായിരുന്നല്ലോ. പണ്ട് വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചു പോകുന്നതും ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, കറണ്ട് ബില്ലടക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു അവർക്കൊക്കെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം ഞാൻ ഇതേവരെ സിനിമയിൽ അത് ഡിസ്കവർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അതിതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനിയുള്ള വർഷങ്ങളിൽ, അതായത് ഈ ലവ് ആക്ഷൻ ഡ്രാമ അതൊരു പഠനമായിരുന്നു. കാരണം അത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, ഞങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഞാൻ തന്നെ ഒരു കമ്പനി തുടങ്ങി,
ആ കമ്പനിയിൽ ഞാൻ വിശാഖിനെ അജുവിനെയും കൊണ്ടിട്ടു, നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതും ഈ ഒരു വലിയ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ആ വലിയ സിനിമ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ ഒരു ലേണിങ്ങും കൂടെ ഉണ്ട് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വലിയ സിനിമ, കാരണം എനിക്ക് വേണം ഒരു ചെറിയ സിനിമ ചെയ്ത് തുടങ്ങാമായിരുന്നു. ചെറിയ സിനിമ അല്ലെങ്കിൽ, പക്ഷേ ഞാൻ തന്നെ എഴുതി. കാരണം ഞാൻ 5ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ ചെയ്തു നോക്കിയാലല്ലേ നമുക്കറിയുള്ളൂ നമുക്കിതിന് കഴിവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടോ. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇത് കൊള്ളാം, എഴുതിയതൊക്കെ തമാശയൊക്കെ ഉണ്ട്, ചിരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ വിശ്വസിച്ച് കുറേ കഥ പറയുന്നു, നയൻതാരനോട് കഥ പറയുന്നു, അവർ ചിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് എപ്പോഴും നമുക്കറിയില്ല നമുക്ക് കഴിവുണ്ടോന്നാണോ. പക്ഷേ അന്ന് ഇന്നും കഥ പറയുന്നതിലൊരു മിടുക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കഥയൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്തത്, പക്ഷേ എന്തൊക്കെയോ പറഞ്ഞു. ആ കഥ കേട്ടപ്പോൾ അവരതിന് ഓക്കെ പറഞ്ഞു, നിവിൻ ഓക്കെ പറയുന്നു. അപ്പോൾ എനിക്കൊരു തന്നെ ഒരു അത്ഭുതമായിരുന്നു, ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്. ഞെട്ടിപ്പോയി. അല്ല, എന്തായാലും ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിലിം മേക്കിംഗ് ആണ് പാഷൻ എന്ന് തോന്നി. പക്ഷെ എന്നിട്ടും ഒരു വലിയ ഗ്യാപ്പ്. അല്ല, ആ കഴിഞ്ഞ് 2019 കഴിഞ്ഞ് 19 കഴിഞ്ഞ് 20 കൊറോണ വന്നു. പിന്നെ കൊറോണ വന്ന ശേഷമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ വലിയ സിനിമ ആയതുകൊണ്ട് രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം ഇതിനേക്കാളും വലുത് ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ ആഗ്രഹിച്ചതും കയ്യിലുള്ള കഥകളൊക്കെ അതിനേക്കാളും വലുതായിരുന്നു. അപ്പോൾ അത് വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അതിന് ഒരുപാട് സമയമെടുക്കും. അല്ലെങ്കിൽ ആ സമയം, ആ ഗ്യാപ്പിൽ കുറച്ച് സിനിമ അഭിനയിക്കാൻ പോയതാ. പക്ഷേ ഒരു 6 വർഷം അല്ലെങ്കിൽ 4-5 വർഷം പോയി. സിനിമ കൂടിപ്പോയി, എണ്ണം കൂടിപ്പോയപ്പോൾ വരുന്ന പൈസയും ഉണ്ട്. അപ്പം പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ വിചാരിച്ചു, അപ്പോൾ ഒരു തീരുമാനം എടുത്തു. എന്നാൽ പിന്നെ ഒന്ന് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ, ബാക്കിയുള്ള ആഗ്രഹങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് വെച്ചു. ഇപ്പൊ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയത് എന്തോ പണിപ്പുരയിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പുതിയത് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ പതുക്കെ അഭിനയം ഒന്ന് കുറച്ച് ഈ വർഷം ആക്ച്വലി വലിയ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഡയറക്ഷൻ അടുത്ത വർഷത്തേക്ക് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഇടയ്ക്കൊരു കഥ കേട്ടത് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു എന്നൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇതുപോലെ അങ്ങ് പറയുക, അപ്പം പുള്ളി ഏതെങ്കിലും വഴിക്ക് അറിയും. അറിഞ്ഞു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും പുള്ളിനോടും ചോദിക്കും. ഇപ്പം ഞാനിവിടെ വെച്ച് ഷാറൂഖ് ഖാനെ വെച്ചിട്ട് പടം ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, ഏതെങ്കിലും വഴിക്ക് ഷാറൂഖ് ഖാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അല്ല, ധ്യാനിന്റെ ഒരു പ്രതികരണത്തിന്റെ ഒരു ശൈലി അനുസരിച്ചിട്ട് അത് വിശ്വസിക്കാതിരിക്കുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഈ ധ്യാനിന്റെ പല ഇന്റർവ്യൂസും വന്നതിന് ശേഷം നമ്മുടെ സൂപ്പർ താരങ്ങളടക്കം അവരുടെ ഒരു ശൈലിയിലൊക്കെ ഒരു മയം വന്നിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സെലിബ്രേഷന് സിദ്ദിഖിനെ ദിലീപിനെ ഒക്കെ ഇരുത്തിയിട്ട് ധ്യാന് ഒന്നിനോടും ഭയമില്ല എന്ന് തോന്നുന്നു. അല്ല, ഭയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പം ഞാൻ 2-3 കാര്യങ്ങളൊന്ന്, ഞാൻ ശ്രീനിവാസന്റെ മകനെല്ലാവരും എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയാണ്. സിദ്ദിഖ് ദിലീപനും ഫസ്റ്റ് കാര്യം അച്ഛനോടുള്ളൊരു സ്നേഹമുണ്ട്, പിന്നീട് എന്നോടുള്ളൊരു സ്നേഹമുണ്ട്, എനിക്ക് ഇവരോടുള്ളൊരു സൗഹൃദമുണ്ട്, ദിലീപേട്ടനുമായിട്ടും സിദ്ദിഖ് അങ്കിളായിട്ടും ഉള്ളൊരു ബന്ധമുണ്ട്. അതാണ് മെയിൻ ഫസ്റ്റ് കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് എനിക്കെന്തും ദിലീപേട്ടനോട് പറയാം എന്നുള്ളൊരു സാധനം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ വേറൊരു സ്റ്റാർ അല്ലെങ്കിൽ വേറൊരു നടനാണെങ്കിൽ എന്നെ അറിയപ്പോടാ എന്ന് പറഞ്ഞേനെ. പക്ഷേ ആ ഒരു ഫ്രീഡം അവർ നമുക്ക് തന്നത് കൊണ്ടാണ്. അപ്പം അത് നമ്മളത് എടുത്തതല്ല, അത് അവർ തന്ന സ്വാതന്ത്ര്യം. നമുക്ക് അവരോടൊന്നും അഭിപ്രായം, എന്ത് കാര്യത്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള വളരെ, പിന്നെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചല്ല, നമ്മൾ സിനിമയെക്കുറിച്ചും സിനിമയിലെ ചില കാര്യങ്ങളെക്കുറിച്ചും ഞാൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. എൻ്റെ സിനിമ വിജയിച്ചു എന്നൊരു സന്തോഷം കൂടിയാണ് അന്ന് പങ്കുവെച്ചത്. ഞാനുള്ളത് കൊണ്ടാണ് ആ പടം വിജയിച്ചത് എന്ന് പറയാനും. ഇല്ലില്ല, ഞാനുള്ളത് കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞ ചുളുവിലൊരു ഹിറ്റ് കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പം ആ ഷൂട്ടിനിടയിൽ തന്നെ ഞാൻ 10-12 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ആ 12 ദിവസം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ എന്നോട് വന്നിട്ട് ചോദിക്കുന്നുടാ, ഈ സീനിൽ നമുക്ക് എന്ത് പറയാം, ഈ സമയത്ത് എന്ത് പറയാം. അപ്പം ഞാൻ 12 ദിവസം അഭിനയിക്കാൻ വന്ന ആളാണ്. എനിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. കാരണം എനിക്ക് അടുത്ത സിനിമയിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇത് തീർത്തിട്ട് അടുത്ത സിനിമയ്ക്ക് പോകണമല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നോട് ഇത്രയും കാര്യമായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അത്ര വലിയവനായിപ്പോയോ എന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഒന്ന് കൗണ്ടർ രാജ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പുള്ളി നമ്മളോട് എന്തെങ്കിലും ഒരു നമ്മളുമായിട്ട് എന്തോ നമ്മളിൽ നിന്ന് എന്തോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പുള്ളിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു പുള്ളിയോട് ദിലീപേട്ടാ എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, ഇത്
ഇത്ര നിങ്ങൾ കഷ്ടപ്പെടണ്ട, അവർ പറയുന്നത് ചെയ്തിട്ട് പോയാൽ പോലെ പോടാ എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ ഞാൻ കണ്ടു പഠിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സിനിമ ചെയ്ത ഒരാൾ ഈ പ്രായത്തിലും ഒരു സിനിമ നന്നാവാൻ, ഒരു സീൻ നന്നാവാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം ഞാൻ ഇതിനോട് താല്പര്യം ഒരു ഇതുമില്ല ഇത് എങ്ങനെയും പോകണം എന്നുള്ള. അപ്പം ആ ഒരു കമ്മിറ്റ്മെന്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ജോലിയോട്ട് ഇത്ര കമ്മിറ്റ്മെന്റ് വേണ്ട. അപ്പോൾ എനിക്കപ്പം ഇതിനെക്കുറിച്ചും പിന്നെ അവർ ചില ചർച്ചകളിൽ പറഞ്ഞ തമാശകളൊക്കെ ചിലതൊക്കെ ചിരിച്ച് നമുക്ക് രസമുള്ള സാധനങ്ങളുണ്ട്, ചിലത് ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു സീൻ വരുന്ന സമയത്ത് അതിനെ ഇംപ്രവൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് പിന്നെ വീണ്ടും ഇത് ചെയ്യുക. അതപ്പോൾ അവരെ ചിന്ത അത് മാത്രമാണ്. ഞാൻ ഉച്ചക്കത്തെ ഫുഡ് എന്തായിരിക്കും, ഭക്ഷണം ശരിയായില്ലല്ലോ, ചായ എന്താ വരാത്തതൊക്കെയാണ് എൻ്റെ സമയത്ത് എപ്പോഴാ വരിക. അപ്പം 0 കമ്മിറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചിട്ട് ആ സീൻ ഷൂട്ടിങ്ങിനിടയിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നല്ല, ആ സീൻ ഇംപ്രവൈസ് ചെയ്യുക അത്തരം ചിന്തകളൊന്നും എനിക്കില്ല. എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ സംവിധായകനോടുണ്ട്. അവൻ പറയുന്ന കാര്യം ജോലി വർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അത് വേറെ രീതിയിൽ. രാവിലെ കറക്റ്റായിട്ട് വരിക, അവൻ പറയുന്ന ജോലി കൃത്യമായി ചെയ്യുക, നമ്മൾ ആ കൃത്യസമയത്ത് എഴുന്നേറ്റ് പോവുക. പിന്നെ ആ സംവിധായകൻ ബിൻഡോ എന്ന് പറയുന്ന ആളും ഞാനും തമ്മിലൊരു സൗഹൃദമുണ്ട്. അപ്പം അങ്ങനെയാണ് അവൻ പറഞ്ഞ ആളിയാ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ നീ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അല്ലാണ്ട് ആ കഥാപാത്രം ഞാൻ ചെയ്യണമെന്ന് അത് ആർക്കും പ്രത്യേകിച്ച് അതിൽ ചെയ്യാനൊന്നുമില്ല. ആര് വേണമെന്ന് വെച്ച് ചെയ്യായിരുന്നു അവർക്ക്. പക്ഷെ അവന് ഞാൻ വേണം, അല്ലെങ്കിൽ നീ ഉണ്ടാവണം. കാരണം എന്നോടാണ് ദിലീപേട്ടന് മുന്നേ കഥ പറഞ്ഞ എന്നോടാണ് അതിൻ്റെ കഥ. ദിലീപേട്ടൻ പിന്നീടാണ് വരുന്നത് ആ കഥയിൽ. അപ്പോൾ എനിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നെ പാതി വഴിക്ക് പ്രിൻസിൽ കാനഡയൊക്കെ പറഞ്ഞു വിടുകയും ചെയ്തു. ഈ ചേട്ടനും അച്ഛനും ഒക്കെ ധ്യാൻ്റെ എല്ലാ സിനിമകളും കാണാറുണ്ടോ? കാരണം അവർക്ക് വിലയിരുത്താൻ ഒരുപാട് പറയാൻ പറ്റുമല്ലോ. നീ എന്തിനാണ് ഈ സിനിമ ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അത് ഇപ്പം അച്ഛൻ ചോദിച്ചല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ. വലിയ സ്കെയിലുള്ള സിനിമകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് പൊട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ടിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് പൊട്ടിപ്പോകുന്നു. നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയും കണ്ടിട്ട് ഇവർക്ക് എന്താ മനസ്സിലാവാത്ത? അല്ലല്ല, അതല്ല ഞാൻ പറയുന്ന വലിയ സിനിമകളുടെ കേസിൽ ഇത്രയും പൈസ ചിലവാക്കി, എന്നാൽ പിന്നെ അത് കുറച്ചുകൂടെ എന്നാൽ പിന്നെ റീഷൂട്ടൊക്കെ ചെയ്ത് ഒന്ന് നന്നാക്കി എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊക്കെയുള്ള സാധ്യതയുള്ളൊരു മേഖലയാണ് സിനിമ. ഇവർക്ക് ഇതൊന്നും മനസ്സിലാവാതെ എനിക്കത് തോന്നിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഞാൻ അതിനേക്കാളും പൊട്ടിയ പടങ്ങൾ ചെയ്യുന്നോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് തോന്നിയാലും കാര്യമില്ല. പക്ഷെ എനിക്ക് ചിന്തിക്കാം, കാരണം എൻ്റെ സിനിമകൾ അങ്ങനെ റീഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഒരു 2.5-3 രൂപയൊക്കെ ഉള്ളിൽ ചെറിയ സിനിമകളാണ്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ വന്ന് ചെയ്തിട്ട് പോകുന്ന ആളാണ്. പക്ഷെ വലിയ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, 30 കോടിയുടെയും 40 കോടിയുടെയൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തൊന്ന് മാറ്റിയെടുത്തൂടെ. ഇതെനിക്ക് എൻ്റെ സിനിമ ലവ് ആക്ഷൻ കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിരുന്നു ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് ഒന്നുകൂടെ തുടങ്ങിയാലോ എന്ന്. പക്ഷെ അന്ന് ഞങ്ങളുടെ കയ്യിൽ കാശില്ലായിരുന്നു. ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നു, കാരണം കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ അതുപോലെയല്ല വലിയ ബാനറുകളൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരത്രയും കോൺഫിഡൻ്റ് ആണ് ഈ പ്രൊഡക്റ്റിൽ. അപ്പോൾ അവർക്ക് വരില്ല എന്നല്ല അർത്ഥം. ഏതെങ്കിലും സിനിമ അങ്ങനെയല്ല, സ്വന്തം സിനിമ ഏതെങ്കിലും ഇങ്ങനെ പൊട്ടുമ്പോഴേ ആ പൊട്ടുന്ന സമയത്ത് വിഷമായി അങ്ങനെ, അല്ലെങ്കിൽ ഒരു നിരാശ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? കാരണം നേരത്തെ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അല്ല, നിരാശ നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നിരാശ വരും. എന്നാലും കൈ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പം പിന്നെ ഇത് ഓടൂലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇപ്പം ലാസ്റ്റ് ഓടിയ ഇപ്പം പ്രിൻസ് തന്നെ ആയിക്കോട്ടെ, പ്രിൻസ് ഓടിയ സിനിമകളായതുകൊണ്ട് പറയാം. ഡിറ്റക്റ്റീവ് വിജിലൻ എനിക്കത് ഓടൂലെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആക്ച്വലി. എത്ര വലിയ വിജയമാവും, കാരണം അതിലൊക്കെ പാളിച്ചകൾ. പക്ഷെ അത് ഓടി, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് എനിക്കിത് ഓടിയാലോ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഏറ്റവും സക്സസ് റേറ്റ് കുറഞ്ഞൊരു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ്. അതിൽ ഈ വരുന്ന ഞാൻ ചെയ്ത മിക്ക സിനിമകളുടെ പ്രൊഡ്യൂസർമാരുടെ ഒന്നും പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ഈ സിനിമയിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനമൊന്നുമല്ല. അവർക്കൊക്കെ ഒരു സിനിമ ചെയ്യുക, ഒരു സിനിമയുടെ സ്വപ്നം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അവർക്ക് പൊട്ടിയാലും ആ പൈസ പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതായിരുന്നു എൻ്റെ കുറേ ശതമാനം. എന്ന് വെച്ചാൽ എല്ലാവരും അല്ല, അത് കുഴപ്പമില്ല, ഒരു സിനിമ ചെയ്യാൻ നമ്മളൊരു ആഗ്രഹമാണ് സിനിമ ചെയ്യുക. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്, ഇത് നമുക്ക് ചെയ്യണം. കാരണം ഫസ്റ്റ് ഡയറക്ടർ പ്രൊഡ്യൂസറോട് കഥ പറഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിലേക്ക് സിനിമ വരുന്നത്. അതുകൊണ്ട് നമുക്കതൊന്നും അല്ല. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ഒരു സിനിമ സമീപിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റും. പറയാറുണ്ട്. അത് പറയാറുമുണ്ട്.
പക്ഷെ ആ സിനിമയ്ക്ക് ചെന്ന് തലവെക്കുന്ന ഒരു രംഗമുണ്ട്. സൗഹൃദത്തിന്റെ പേരിലാവാം, ബന്ധങ്ങളുടെ പേരിലാവാം, എന്തോ ആയിക്കോട്ടെ. അതായത് ധ്യാൻ എന്ന നടൻ ഒരു സ്റ്റാർഡം അത് ആഗ്രഹിക്കുന്നില്ല. ഇല്ല, കാരണം വെച്ചാൽ ഞാനിപ്പോൾ ദിലീപേട്ടൻ്റെ പടത്തിൽ ഞാൻ ചെറിയൊരു ക്യാരക്ടർ റോൾ ചെയ്താൽ ഞാൻ ക്യാമിയോ ചെയ്യുന്നുണ്ട്. ഞാൻ നിവിൻ്റെ അപ്പം ഞാനൊരു എന്നൊരു നായക നടനായിട്ടും ശ്രീനിവാസിൻ്റെ മോനായിട്ടൊക്കെ കാണുമ്പോഴാണ് ഈ പ്രശ്നം. എന്നൊരു സാധാരണ ഇവിടെ അഭിനയിക്കുന്ന മലയാള സിനിമ ഒരു നടനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല, എനിക്ക് എന്തും ചെയ്യാം, എൻ്റെ സ്വാതന്ത്ര്യമല്ലേ. കാരണം ഇന്നേ പടങ്ങൾ മാത്രം ഒരു നായകൻ അങ്ങനെ നായകനൊന്നുമില്ല ആക്ച്വലി. ഞാൻ എല്ലാ സിനിമയും ചെയ്യാറുണ്ട്. ഇപ്പം നിവിൻ്റെ കൂടെ ഞാൻ മലയാളം ചെയ്യുമ്പോൾ ഞാൻ അജു ചെയ്യുന്ന തരം റോളുകളാണ് ഞാൻ ചെയ്തത്. പ്രിൻസിൽ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ 10 താഴെ ദിവസം. പ്രിൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉജ്ജ്വലൻ വരുമ്പോൾ ഞാനത് നായകനാണ്. അതേ സമയത്ത് എൻ്റെ ഒരു ചെറിയൊരു പടം, അതിനിടയിൽ ഒരു പടത്തിൽ ഞാൻ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ വളരെ കാര്യത്തിലെടുത്ത ഒരു സിനിമയില്ലേ അത് വർഷങ്ങൾക്ക് ശേഷം? അത് ചേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജിയാണ്. അപ്പോൾ അയാൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെടുത്ത് കഥ പറയുന്ന ഒരാൾ വളരെ പാഷനേറ്റ് ആയിട്ട് എനിക്ക് എൻ്റെ സിനിമ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയാളുടെ എനർജിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥത നമ്മളും കൊടുക്കേണ്ടി വരും. അത്തരം ഫിലിം മേക്കർ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും ഗുണമാണ്. നമ്മളും ആസ് ആക്ടർ നമുക്കും എന്തെങ്കിലും ഒരു പഠനം ഉണ്ടാവും, നമുക്കും ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ കണ്ട ഞാൻ ചുരുക്കം ചില ഫിലിം മേക്കേഴ്സേ ഉള്ളൂ. ഒന്ന് ബേസിൽ ചേട്ടൻ, ഡിജോ, ജനഗണമനയെ കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യം ഇപ്പോഴായിരിക്കും അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അവൻ ആത്മാർത്ഥമായിട്ടാണ് അവൻ്റെ അപ്രോച്ച് അതങ്ങനെയാണ്. അപ്പോൾ അവൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ആളാണ്. ആ പ്രോസസ്സിന് അപ്പോൾ ഇപ്പോൾ കുഞ്ഞിരാമായണം ഞാൻ ചെയ്യുമ്പോഴും അവൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മലയാളി ചെയ്തപ്പോൾ ഡിജോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പം ഇവരൊക്കെ അപ്പോൾ ഇവരുടെ ഒരു ഫിലിം മേക്കിങ്ങിനോടുള്ള പാഷൻ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആസ് ആക്ടർ. അത് മാത്രമേ ഉള്ളൂ ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ആ ഗ്യാപ്പിലൊക്കെ പോയിട്ട് 2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ വേറെ പടമൊക്കെ അഭിനയിച്ച് വന്നിട്ടുണ്ട്. ആക്ടിങ്ങിലല്ല പാഷൻ, ഫിലിം മേക്കിങ്ങിലാണെന്ന് പറഞ്ഞു. ശരിക്കും ഈ സിനിമ വിട്ട് കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്? നമുക്ക് ടൈം കിട്ടുമ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം അച്ഛന് കൃഷിയൊക്കെ, അച്ഛൻ കൃഷിയോട് താല്പര്യമുള്ള വ്യക്തിയാണ്. എനിക്ക് പൊതുവെ എല്ലാത്തിനോട് താല്പര്യമുണ്ട്. കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. അല്ല, പൊതുവെ എല്ലാ കാര്യങ്ങളും അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളാണ്. കാരണം ഞാൻ അത്രമാത്രം സിനിമകൾ ചെയ്ത് വന്നുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏകദേശം 40 പടങ്ങളോളം ഞാൻ 40-45 പടം ചെയ്തു കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മാത്രം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ എണ്ണത്തിൽ. പക്ഷേ അത്ര ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എണ്ണത്തിൽ. അപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ പടം തൊട്ട് SN സ്വാമിയുടെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 72 വയസ്സിലാണ് സ്വാമികൾ പടം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പടം ചെയ്യാൻ പറ്റി, ഏറ്റവും ടോപ്പ് നോച്ച് ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യാൻ പറ്റി, ഏറ്റവും എല്ലാ ടൈപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സിൻ്റെയും വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓരോ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഈ പഠനം നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ സിനിമയോട് എനിക്ക് ഈ 4 വർഷത്തെ സിനിമ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് എനിക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ചാൽ എല്ലാം ചെയ്യാൻ ആഗ്രഹമാണ്. ഇപ്പോൾ കൃഷി ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. കൃഷി, ഭക്ഷണം, കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചോദിച്ചോ അതൊക്കെ. കാരണം അപ്പോൾ ഇനി അങ്ങോട്ട് സെലക്റ്റീവ് ആകും. നേരത്തെ അതിൻ്റെ ഒരു സൂചന വരുന്നു, സിനിമയിൽ അഭിനയം കുറച്ച് മാറ്റി നിർത്തി ഇനി സംവിധാനത്തിലേക്ക് പോകുന്ന കാര്യം കൂടുതൽ ഗൗരവമായി ആലോചിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് സെലക്റ്റീവ് ആകാനാണോ തീരുമാനം? ഇനിയും അങ്ങോട്ട് ആയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നോട്ട് അതുകൊണ്ടല്ല, ഇപ്പോൾ അച്ഛൻ്റെ പേരിലൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. അപ്പോൾ അത് മുന്നോട്ട് വെച്ചാൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിൻ്റെ ആ ബാനറിൽ ഓൾറെഡി നമ്മൾ വിശാഖുമായിട്ട് ചേർന്ന് ഫണ്ടാസ്റ്റിക് ഉണ്ട്, പിന്നെ വിശാഖ് മെറിലാൻഡ് ഉണ്ട്, ഏട്ടൻ്റെ ഹാബിറ്റ് ഓഫ് ലൈഫ് ഉണ്ട്, അച്ഛൻ്റെ ഒരു ലൂമിയർ ഉണ്ട്, ഒരു കുടുംബത്തിൽ തന്നെ 4-5 കമ്പനി ഉണ്ട്. അപ്പോൾ അതിൽ അച്ഛൻ്റെ പേരിൽ ഒരു സംഭവം തുടങ്ങുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് മുന്നോട്ടൊരു ഒരു ബ്രിഡ്ജ് പോലെ. ബിക്കോസ് നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായി സിനിമയിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ആലോചിച്ച് വെച്ചാൽ നമ്മളൊരു പുറമേയുള്ള എത്രയോ ആൾക്കാർ നല്ല നല്ല കഥകളും, അല്ലെങ്കിൽ നല്ല നല്ല റൈറ്റേഴ്സ്, അല്ലെങ്കിൽ നല്ല നല്ല നടന്മാർ, നായികമാർ, അല്ലെങ്കിൽ ഇവരെയൊക്കെ കൊണ്ടുവന്നൊരു ബ്രിഡ്ജ് പോലെ, അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നുള്ള രീതിയിലൊരു
വലിയ രീതിയിലൊരു വലിയ സ്കെയിലുള്ള സിനിമകൾ എല്ലാ തരം സിനിമകളും ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാക്കി അച്ഛൻ്റെ ആ കമ്പനി ഒന്ന് ഫ്ലറിഷ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റാഫേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുണ്ട്, സലാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ട്, ജീമു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു ചെറിയ ആൾക്കാരുമല്ല, പിന്നെ നമ്മുടെ കുറേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അത് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ അവരെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് എന്താ പറയണ്ടത്, നന്നായിട്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കഥകൾ കേൾക്കുന്നു, കഥകൾ ആലോചിക്കുന്നു. അതാണൊരു ആഗ്രഹമുള്ളത്, വലിയ രീതിയിൽ സിനിമയിൽ ചെയ്യണം എന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വല്ലപ്പോഴും വരുന്ന സിനിമകൾ അഭിനയിച്ചു. അത് ഇന്ന സിനിമ റോള് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും ആര് വിളിച്ചാലും, നാളെ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യണം ഞാൻ വരും, ഡയറക്റ്റ് ചെയ്യണം ഞാൻ വരും, ആ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യണം, ആര് വിളിച്ചാലും ഞാൻ വരും. അതൊരു ജോലിയായിട്ട് മാത്രം കാണുന്നു. മറ്റേത് ഫിലിം മേക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ല കഥകൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 വർഷം കൂടുമ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം, വേറെ ഒന്നുമില്ല. ഈ കമ്പനി മുന്നോട്ട് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ചിന്ത. അപ്പം അടുത്ത ശ്രമം ഇപ്പം അച്ഛൻ്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി, അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഗൗരവത്തിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മോഹൻലാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങനെ ഒരു സിനിമയുടെ ഉത്തരവാദിത്വം ഇപ്പോൾ തലയിലുണ്ടോ? ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിങ്ങനെ പലരും വഴിക്കും പലരോടായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇടക്കാലത്ത് ഇപ്പം കുറേ കഥകൾ ആലോചിച്ച കൂട്ടത്തിൽ ഒരു കഥ ലാൽ സാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ടായിട്ട് ആലോചിച്ചൊരു സാധനം ഞാനൊരു കഴിഞ്ഞ സ്ഥലത്ത് പറയുകയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാലേട്ടനെ സെലിബ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ചോട്ടാ മുംബൈ പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ ഉള്ള ഒരു വലിയ സിനിമയാണ് ആലോചിച്ചത്. അത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വിശാഖിനോട് ഇങ്ങനെ, മെറിലാൻഡിലെ വിശാഖിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ നമുക്ക് നമുക്കൊന്ന് വർക്ക് ചെയ്തിട്ട്, അപ്പോൾ അത് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് അതിൻ്റെ എഴുത്തും പരിപാടികളൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത് എന്താ പറയണ്ടത്, ആഗ്രഹം മാത്രമാണ്. ഒരു ഇന്റർവ്യൂല് സുചിത്ര മോഹൻലാൽ പറഞ്ഞിരുന്നു, ഞാൻ ധ്യാൻ്റെ ഒരു ഇന്റർവ്യൂവും വിടാറില്ല, അതുകൊണ്ട് എന്തായാലും ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കാണും. അത് അവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം, അതൊക്കെ അറിയാം. പക്ഷെ ഞാൻ പോണല്ലോ കഥയും. അതാണല്ലോ വലിയ. രാജുവേട്ടനെ വിളിച്ചിട്ട്, പൃഥ്വിരാജിനെ വിളിച്ചിട്ട് ഇതേപോലെ പുള്ളിനെ വിളിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പുള്ളിനെ, 1 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഒരു കഥ ആലോചിച്ചിട്ട് അത് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നൊരു സംഭവം. അത് ഞാൻ ഇതുവരെ, എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ 6 മാസം മുന്നേ അവസാനം ഞാൻ പലപ്പോഴായിട്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ ഒരു തവണ ഞാൻ മെസ്സേജ് അയച്ചു, ഞാനിങ്ങനെ കാണാം ഇന്ന ദിവസം മീറ്റിംഗ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ തലേ ദിവസമായപ്പോൾ എനിക്ക് അവിടെ ഷൂട്ട് വന്നപ്പോൾ ഞാൻ വിട്ടുപോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ്, കുറച്ച് ദിവസം മുന്നേ ആണ്. അപ്പം നൈറ്റ് ഷൂട്ടും ഉജ്ജ്വലൻ്റെ ഷൂട്ടും നടക്കുമായിരുന്നു പാലക്കാട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം പുള്ളി ഇങ്ങോട്ട് വിളിച്ചു, നാളെ മറ്റന്നാളല്ല നല്ല മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ ഇവിടെ ഷൂട്ടിൻ്റെ കുറച്ച്. അപ്പോൾ ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെടുത്ത്, കാരണം അവരതിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിലും അവർ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അത്തരം ആൾക്കാരാണ് രാജുവേട്ടനും ലാൽ സാറൊക്കെ. അപ്പം നമ്മൾ കൃത്യസമയത്ത് പോയി പറഞ്ഞില്ലെങ്കിൽ ഇവർ ഫോളോ അപ്പ് കാരണം നമ്മൾ പൊറുതിമുട്ടിപ്പോവും. എന്നിട്ട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. 6 മാസമായിട്ട് ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട്, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഈ റിജക്ഷൻ പേടിയുള്ളത് കൊണ്ടും അപ്പം അത്രയും നന്നാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടും ഇതിങ്ങനെ സമയമെടുക്കുക. എല്ലാവരോടും, ഇപ്പം ദിലീപേട്ടനോട് ഇതേപോലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വന്നു, വന്നു, നീ ഇവിടെ കഥ എന്താ ഈ പരിപാടി, അപ്പോൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്, എല്ലാവരുടെ അടുത്തും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ വിളിക്കും, എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളൊന്ന് അയ്യോ, പിന്നെ ഇവരെ ഫോൺ എടുക്കാൻ പേടിയാവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത്രയും നന്നായിട്ട് അവരെ കൊച്ചൊക്കെ സിനിമ എടുക്കുമ്പോൾ നമ്മൾ അത്രയും നന്നാക്കിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ വൈകി പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സൗഹൃദമല്ലേ, എനിക്ക് തോന്നുന്നു അജു, ബേസിൽ ഇവരുമായി നല്ല അടുപ്പം പുലർത്തുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷേ ചേട്ടൻ ഈ കൂട്ടത്തിൽ പെടുമോ, അതോ ചേട്ടൻ ഒരു വഴികാട്ടിയായിട്ട് അങ്ങനെയാണോ കാണുന്നത്? വഴിയൊന്നും കാട്ടുന്നില്ല പുള്ളി, അങ്ങനെ വഴികാട്ടിയൊന്നുമല്ല. ആ വഴികാട്ടിയാൽ ഞാൻ ആ വഴിക്ക് പോവുകയില്ല. അതെ, നമ്മൾ പൊതുവെ അങ്ങനെ ആര് വഴികാട്ടിയാലും നമുക്ക് അങ്ങനെ തന്നെ ഒരു വഴികാട്ടൊന്നും വേണ്ട. നമുക്കറിയാം എങ്ങോട്ട് പോകണമെന്നില്ല. അങ്ങനെയല്ല, നമുക്ക് അടിസ്ഥാനപരമായി എന്താ വേണ്ടത്? 3 നേരം ഫുഡ്, നന്നായിട്ട് ഉറക്കം. അതിനൊരു വഴികാട്ടിയുടെ ആവശ്യമൊന്നുമില്ല. വഴികാട്ടി എന്നാൽ പിന്നെ കാശ് തരണം. ഒരു സമയത്ത് തന്നിരുന്നു, അതിന് ഇപ്പോഴും നന്ദിയുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലം തന്നാലേ കാര്യമുള്ളൂ.
അത് തരാതെ വന്നപ്പോഴേക്കും ഞാൻ ജോലിക്ക് പോണ്ടി വന്നു. അതാണ് പ്രശ്നം പറ്റിയത്. അങ്ങനെ ജോലിക്ക് പോയതിന് ശേഷം പറഞ്ഞു ഇങ്ങനത്തെ പടമൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നാൽ പിന്നെ പുള്ളി കാശ് തരട്ടെ, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ വീട്ടിലിരിക്കും. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പറയാറില്ല എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ നീ ഇതിനെ ഇത്തരം സിനിമകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പുള്ളി, അങ്ങനെയൊക്കെ ചെയ്ത്. ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സിനിമയെക്കുറിച്ചാണ് നമ്മുടെ കൂടുതൽ ചർച്ചകൾ. കാരണം ലൈഫിനെ കുറിച്ചൊന്നും പുള്ളിക്ക് തന്നെ അറിയില്ല. പുള്ളി ജീവിതമല്ലേ, നമുക്കൊന്നും പുള്ളിനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനത്തെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞു. സിനിമയെക്കുറിച്ച് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കിയും കണ്ടും ചെയ്യണം, ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു പുള്ളിക്ക് തന്നെ കാരണം സിനിമ ആയതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. പുള്ളി അങ്ങനെ ആലോചിച്ചൊരു സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഇത്തരം സിനിമകളൊന്ന് നമ്മളൊരു സിനിമ കഥ വരുവാണെങ്കിൽ ആലോചിച്ച് അതിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ അതിലിടപെട്ട് നമ്മളിത് ചെയ്ത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ അടുപ്പിച്ചത് ഒരു 3-4 പടം പൊട്ടി. അപ്പോൾ പുള്ളി അത് എന്നോട് വന്നിട്ട് പറഞ്ഞു അത് വർക്കായില്ല, അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ അത്ര. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊക്കെ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ഇത്തരം സിനിമാ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പൊതുവെ സംസാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കാര്യങ്ങൾ പറയാനുള്ളൊരു കാര്യമൊന്നുമില്ല. ഞാൻ ആക്ച്വലി പുള്ളിനേക്കാൾ നന്നായി ജീവിക്കുന്നുണ്ട് ഇപ്പോൾ. ഇതൊക്കെ ചേട്ടൻ കാണൂ, ഏതാ ഇതൊക്കെ ചേട്ടൻ കാണൂ? ഇല്ല പുള്ളി കാണില്ല. കാരണം പുള്ളി എല്ലാ അമ്പലപ്പറമ്പ് എല്ലാം പരിപാടിയായിട്ട് നടക്കുക. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരാളുണ്ട്, അമ്മ. ആമാ. അപ്പോ അച്ഛൻ അമ്മ സംഘടനയല്ലല്ലോ, യഥാർത്ഥ അമ്മ. അതായത് അച്ഛൻ എപ്പോഴും അച്ഛനെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ അമ്മയെ കുറിച്ച് അധികം പറഞ്ഞു കേട്ടിട്ട്. അമ്മയെ കുറിച്ച് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടില്ല. അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് വീട്ടിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്റർവ്യൂ മൊത്തം അമ്മയെ പറ്റി പറഞ്ഞതിന്റെ പേരിലാണ്. അമ്മ വളരെ 70 വയസ്സിൽ ഡിപ്രഷനിലായി പോയ ആളാണ്. അമ്മക്ക് ഏകദേശം 70 വയസ്സ് കഴിഞ്ഞു. 68 വയസ്സിലാണ് ഡിപ്രഷൻ എന്താണെന്ന് അറിയുന്നത് അമ്മ. കാരണം ഞാൻ അമ്മയെ പറ്റി പല സ്ഥലങ്ങളിലും പല കഥകൾ പല ഇൻ്റർവ്യൂകളിലും അമ്മേനെ കുറിച്ച് ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ട് പോയിരുന്ന ആളാണ്. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് കാരണം കുടുംബത്തിലൊക്കെ അത്യാവശ്യം മൂത്ത ആളാണ്. അപ്പോൾ കുടുംബത്തിലെല്ലാവരും അമ്മ പറയുന്നതൊക്കെ കേൾക്കുന്ന ഒരാളാണ്. ആ വില പോയി അമ്മക്ക്. അപ്പോൾ ആ ഭയവും ഭക്തിയൊക്കെ പോയി അമ്മയോടുള്ള. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ പറ്റിയിട്ടുള്ള കഥകളോ ഇതൊന്നും തന്നെ. അപ്പോൾ എന്നെ ഒരു ജനുവരി 1-ാം തീയതി കഴിഞ്ഞ വർഷമായിരുന്നു തോന്നുന്നു, ജനുവരി 1-ാം തീയതി വിളിച്ചിട്ട് എന്നോട് ആദ്യമായിട്ട് ജീവിതത്തിൽ ഹാപ്പി ന്യൂ ഇയർ മോനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ഹാപ്പി ന്യൂ ഇയർ? ഒന്നുമില്ല, ഒരു പുതിയ വർഷമാണ്, നമ്മൾ പുതിയൊരു തീരുമാനം എടുക്കണം. അപ്പം എന്ത് തീരുമാനം? ഇനി ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ആരോടും പറയണ്ട, വെറുതെ ഇങ്ങനെ ഓരോന്ന് വായി തോന്നിയ പറഞ്ഞ് നിൻ്റെ അച്ഛനെ പോലെ ഒരാൾ ഇവിടെ കിടക്കണം കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ ഓരോരോ ആൾക്ക് ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരെക്കുറിച്ച് പറയുന്ന കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെക്കുറിച്ച് പറയുന്നത് നിർത്തണം, അതിൽ തുടങ്ങാം നമുക്ക് 1-ാം തീയതി ആയിട്ട്. ഇനി എന്നെക്കുറിച്ച് നീ ഒരു കാര്യവും. പക്ഷെ അതുകൊണ്ട് അന്ന് നിർത്തി ഞാൻ. അമ്മയെക്കുറിച്ച് ഇത്തരം കഥകൾ പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പറയാൻ ഒരുപാടുണ്ട്. കാരണം ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചറായിട്ട് ഞങ്ങളുടെ പഠനം അല്ലെങ്കിൽ ഞങ്ങൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ ആ ടീച്ചർ അമ്മ VRS എടുത്തു. അങ്ങനെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണ് ജോലി വിട്ടിട്ട്. അമ്മ ഓൾറെഡി ജോലിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു നമുക്ക്. അത് ആ കാരണവും പറഞ്ഞ് അമ്മ ജോലി നിർത്തി. കുറ്റം പറഞ്ഞ പോലെ ആയിപ്പോവും. പക്ഷേ അപ്പോൾ അങ്ങനെ ആ കാരണം പറഞ്ഞ് ജോലി നിർത്തി. അന്ന് തൊട്ട് ഇന്ന് വരെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഞങ്ങൾ മക്കൾ ഭർത്താവ് മക്കൾ എന്നുവെച്ചാൽ ശ്രീനേട്ടൻ്റെ പടമേ കാണുള്ളൂ, മക്കളെ പടമേ കാണുള്ളൂ. മക്കൾ ഇപ്പോഴും എന്താ പറയണ്ടത്, അച്ഛൻ്റെയും പേപ്പറിലൊക്കെ എന്തെങ്കിലും സാധനം വരുമ്പോൾ അത് കട്ട് ചെയ്ത് വെച്ച് അത് ഭിത്തിയിലൊട്ടിച്ച് അത് കണ്ട് അഭിമാനം കൊള്ളുന്ന അമ്മയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ ലോകം എന്ന് പറയുന്ന അച്ഛനും കഴിഞ്ഞ 6-7 വർഷമായിട്ട് എല്ലാ കാലവും എന്താ പറയുക, എനിക്കൊന്ന് 7 വർഷമായിട്ട് അച്ഛൻ്റെ അസുഖം, ആശുപത്രി പോക്ക്. അപ്പം പുള്ളിക്കാരിക്കൊരു ലൈഫ് എന്ന് പറയുന്ന സാധനം ലാസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് അച്ഛനെ നോക്കുക, അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോകുക എന്നല്ലാതെ എന്താ പറയുക ആ ഇതിൽ സ്റ്റക്കായിപ്പോയി പുള്ളിക്കാരി. അപ്പോൾ നമുക്ക് പാവം തോന്നും. അപ്പം ഇടയ്ക്ക് അപ്പം ഞാനിപ്പോൾ ആ വീട്ടിലുണ്ട്. കാരണം ഒരു പ്രായം കഴിയുമ്പം ഒരാളെങ്കിലും വീട്ടിലുണ്ടാവണം എന്നൊരു അച്ഛനമ്മമാർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഭാര്യനെയും മകളെയും തിരുവനന്തപുരത്താക്കി. കാരണം അവളുടെ അച്ഛന് വയ്യ, എൻ്റെ അച്ഛന് വയ്യാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്തുമാണ് താമസം. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശരിക്കും അച്ഛനോടും അമ്മയോടും അത്രമേൽ ഇഷ്ടമാണ്. പക്ഷെ അത് പുറത്ത് തമാശ രൂപേണൊക്കെ പറയും, ഉള്ളത് പറയുമെങ്കിലും
അത് സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്വത്ത് തർക്കമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയോട് എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീടും സ്ഥലമൊക്കെ. അപ്പോൾ എനിക്ക് അത്ര വിരോധം തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ അല്ല, ഇനി അച്ഛനമ്മയെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അച്ഛനും അമ്മയല്ലേ. അപ്പോൾ പിന്നെ വേറെ ആരുടെ അല്ലല്ലോ. പിന്നെ അവരെ ആ വീട്ടിൽ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്നെ ഭയങ്കര കാര്യമാണ് രണ്ടുപേർക്കും. അപ്പോൾ അത് നേരിട്ട് കാണിക്കൂലെങ്കിലും അച്ഛൻ തീരെ കാണിക്കില്ല. പക്ഷെ അവനെവിടെ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ എൻ്റെ ശബ്ദം കേട്ടാൽ അവിടെ വന്ന് റൂമിൽ നിന്ന് വന്ന് അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാ ദിവസവും എന്നെക്കുറിച്ച് ചോദിക്കുകയും, ഏട്ടനെക്കുറിച്ച് വലിയ അന്വേഷിച്ചില്ലെങ്കിലും എന്നെക്കുറിച്ച് എല്ലാ ദിവസവും അന്വേഷിക്കും. അവനവിടെ എന്താണ് പോകുന്നത്, ചെയ്യുന്നത്. പിന്നെ എന്നെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു, ഞാൻ ഒന്നും പറയാറില്ല. പക്ഷേ ഞാൻ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കൂടിപ്പോവും. അവിടെ ഞാനൊന്നും പറയാറില്ല. അതുകൊണ്ട് പുള്ളി ഇപ്പോഴും എന്നും ജയിച്ച് തന്നെ നിൽക്കട്ടെ എന്ന് വെച്ച് ഞാൻ വിട്ടുകൊടുക്കും. ധ്യാൻ്റെ കുട്ടിക്കാലം ഒരുപക്ഷെ അച്ഛൻ ഏറ്റവും കൂടുതൽ സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന സമയം, ഒരുപാട് എഴുതുന്ന സമയം, ആ കാലത്ത് ഞാൻ പുള്ളിനെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ നന്നായി എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ആ സമയത്തൊന്നും തന്നെ പുള്ളി വീട്ടിലേ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഓർമ്മയിലൊരു ഓണക്കാലമോ അച്ഛനുമായിട്ട് ഇപ്പോഴുള്ള ഓണക്കാലമൊന്നും നമുക്ക് ഇല്ല. ഒരു കാലത്തും പുള്ളി വീട്ടിലുണ്ടായ ഒരു ഓണമോ അല്ലെങ്കിൽ ഓർമ്മയോ ഒന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. കാരണം പുള്ളി ആ സമയത്തൊക്കെ ഷൂട്ടിലും ഇതിലൊക്കെ തന്നെ. കാരണം എനിക്ക് തോന്നുന്നു 86 തൊട്ടിട്ട് 95 ഒരു 10 വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു പുള്ളി 10-40 സിനിമ എഴുതിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ കുറേ സിനിമകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തും എല്ലാം കൂടെ കൊണ്ടുപോകാൻ ആ സമയത്തൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പുള്ളിക്ക് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നീട് നമ്മൾ ചെന്നൈയിലൊക്കെ താമസം മാറിയ സമയത്തൊക്കെയാണ് പുള്ളി നമ്മളുമായിട്ട് കുറച്ച് അടുക്കുന്നതും അല്ലെങ്കിൽ നമ്മളുമായിട്ടൊന്ന് സംസാരിച്ചു തുടങ്ങുന്നത്. ആ സമയത്താണ് ഈ തരം ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദ സംഭാഷണത്തിനിടയിലാണ് സിനിമക്കാരി ചർച്ചകളും സിനിമയെക്കുറിച്ച് എന്തും തുറന്നു പറയാം, എൻ്റെ സിനിമയെ വിമർശിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചു തുടങ്ങിയപ്പോൾ ആ ബന്ധം അവിടെ തീർന്നു. വിമർശനങ്ങൾക്കൊന്നും ഓപ്പൺ അല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഏറ്റവും സുന്ദരമായ ഇപ്പോഴും പ്രസക്തിയുള്ള സറ്റയർ സിനിമയുടെ എഴുത്തുകാരനാണ് അച്ഛൻ. അതെ. സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ. ധ്യാൻ എന്തായാലും ഒരു സിനിമ ആലോചിക്കുന്നുണ്ട്. ധ്യാൻ പറയുന്നതെല്ലാം വളരെ സറ്റയറിക്കലാണ്. എന്തുകൊണ്ട് അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം പറയാൻ സന്ദേശത്തിന് ഒരു രണ്ടാം ഭാഗം, അത് ധ്യാൻ്റെ എഴുത്തിൽ നിന്നായാലോ? സന്ദേശത്തിന് രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞ ആ പുള്ളി ജനിച്ച് വളർന്ന ആ പുള്ളിയുടെ അനുഭവങ്ങളും പുള്ളിക്ക് ആ ഞങ്ങളുടെ നാട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കണ്ണൂരിലുള്ള ഒരു പാർട്ടി ഗ്രാമമാണത്. അപ്പോൾ അച്ഛൻ കണ്ടു വളർന്ന ആൾക്കാരും അനുഭവങ്ങളും അതിൽ നിന്നുണ്ടായതാണ് സന്ദേശം എന്ന് പറഞ്ഞ സിനിമ. അത്തരം അനുഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ജനിച്ചത് നാട്ടിലാണെങ്കിലും പിന്നീട് വളർന്നതൊക്കെ ചെന്നൈയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോനും പൊളിറ്റിക്കൽ കാര്യത്തിനെക്കുറിച്ചൊന്നും എനിക്കും ചേട്ടനൊന്നും തന്നെ ഈ പേപ്പറിലും വാർത്തയിലും വരുന്നതിനെക്കുറിച്ചിനപ്പുറം ഡീപ്പായിട്ടുള്ളൊരു നോളജോ എല്ലാം ഒന്നും നമുക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ നമ്മൾ വാർത്തയിൽ വായിക്കുന്നതിനെക്കുറിച്ചെല്ലാം നമുക്കറിയില്ല. അച്ഛൻ അതിനൊക്കെ അനുഭവിച്ചറിഞ്ഞതും അത്തരം പ്രശ്നങ്ങളൊക്കെ. ഇപ്പം വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ബസ് വാങ്ങിച്ചത് അച്ഛൻ്റെ തന്നെ കഥയാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനവും അച്ഛൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ള. അപ്പോൾ സന്ദേശമൊക്കെ തന്നെ ഇത്തരം സിനിമകളൊക്കെ തന്നെ അച്ഛൻ അറിയാവുന്നതും അച്ഛൻ കണ്ടിട്ടുള്ളതും ആയിട്ടുള്ള ചുറ്റുപാടിൽ നിന്നുണ്ടായ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ സന്ദേശത്തിനൊരു സീക്വൽ എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഇല്ല. പിന്നെ ആ പൊളിറ്റിക്സ് ആ സിനിമ ഇന്നും റെലവൻ്റ് ആവാൻ കാരണം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആ അവസ്ഥയൊന്നും മാറാത്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ആ റെലവൻസ് ഇന്നും ഉണ്ടെങ്കിൽ ഇനി അതിനെ സീക്വലും വരേണ്ട ആവശ്യമില്ല. കാരണം അത് തന്നെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇന്നത്തെ എത്ര കാലം കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്സിൽ വലിയ മാറ്റമൊന്നും വരില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സിനിമ ഇന്നും ചേട്ടനടക്കം സംസാരിക്കുന്നതിന് കാരണം. ഇപ്പോൾ പുള്ളി അന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മ. എല്ലാ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നത് ജനസേവയും ജനങ്ങളെ സംരക്ഷിക്കുക ഇതൊക്കെ. എന്നാൽ പിന്നെ ഒരു പാർട്ടി ഉണ്ടായാൽ പോരെ, എല്ലാവരും ഒരുമിച്ചൊക്കെ സഹായിച്ചാൽ പോരെ. നേരത്തെ നമ്മൾ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വളരെ ഗൗരവമേറിയൊരു വിഷയം. ചേട്ടൻ്റെ സിനിമയാണ്. അപ്പോൾ കുറച്ച് ആത്മാർത്ഥത നമുക്ക് സ്വാഭാവികമായും കൂടിയേ പറ്റും. ആ സിനിമ നൽകിയ ആത്മവിശ്വാസം എന്താണ്? അതായത് ഇപ്പോഴും ധ്യാൻ പറയുന്നുണ്ട്, അഭിനയിക്കാൻ കിട്ടുന്ന സിനിമകളൊക്കെ ഞാൻ അഭിനയിക്കും.
എങ്കിലും ആ ഒരു സിനിമ അതിന് മുൻപും പിൻപും ഒരു ധ്യാനം ഉണ്ടാവും. അങ്ങനെയൊന്നും നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം. ഞാൻ അങ്ങനെയൊന്നും മുൻപുള്ള ധ്യാനം എന്നല്ല. എനിക്ക് അന്നത്തെ ആ സിനിമയോടുള്ള അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിന് ശേഷമാണ് ചേട്ടൻ എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് ശേഷം 2013 കഴിഞ്ഞ് 2023 ഞങ്ങൾ വീണ്ടും ഒരുമിച്ചൊരു സിനിമ, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഡയറക്ഷനിലൊരു സിനിമ വരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ചേട്ടൻ വിളിച്ചു, എന്തൊരു സന്തോഷമുണ്ട് സ്വാഭാവികമായിട്ടും. പിന്നെ ഓടുന്ന സിനിമയുടെ ഭാഗമാകാം, എന്തായാലും ഓടും ഈ സിനിമ അത്യാവശ്യം കാരണം അത് പുള്ളി അത്രയും നോക്കിയും കണ്ടും മാത്രം സിനിമ ചെയ്യുന്ന ഫിലിം മേക്കറാണ്. പുള്ളി അതിനെ നന്നാക്കി എടുക്കും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ അപ്പോഴും കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. പുള്ളി പക്ഷേ അത് എഴുതി വെച്ച്, കാരണം ഞാൻ 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ. അപ്പം അന്ന് അത് മാറ്റാനൊന്നും പുള്ളി തയ്യാറായില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചില ചേഞ്ചസ് വരുത്തി എന്നല്ല, അത് പുള്ളി ചോദിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോയിട്ട് അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഡൗട്ട് എന്ന് പറയുന്നത് ഈ സിനിമ എങ്ങനെ ആൾക്കാരെടുക്കും, ഇത് എത്ര വലിയ വിജയമാവും, ഇതൊക്കെയായിരുന്നു എൻ്റെ ഡൗട്ട്. അപ്പോൾ അത് പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ വിജയമായി ആ സിനിമ. കാരണം എനിക്ക് തോന്നുന്നു ഏട്ടൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഹൃദയവും ബാക്കിയുള്ള ഏത് സിനിമകളും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് മുൻപും പിൻപും എൻ്റെ ഇതൊന്നുമില്ല. കാരണം ഞാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വേറെ സിനിമയുടെ ഷൂട്ടിന് പോവുക. അതിൻ്റെ സ്കെഡ്യൂൾ ബ്രേക്ക് ആയപ്പോഴും ഞാൻ പോയിട്ട്, കാരണം അതിൽ നായകനായി അഭിനയിക്കുമ്പോൾ ഗ്യാപ്പിൽ ഞാൻ മച്ചാൻ്റെ മാലാക എന്ന് പറഞ്ഞ സൗബിൻ്റെ പടത്തിൽ 5 ദിവസത്തെ വേഷം ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയിരിക്കുകയായിരുന്നു അബാമിൻ്റെ പടത്തിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ജോലി ചെയ്യുന്ന സമയത്തുള്ള ആ ഡയറക്ടർ പറയുന്നതും ആ സമയത്തുള്ള സന്ദർഭത്തിൽ നമ്മൾ കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു സിനിമയോടുള്ള അറ്റാച്ച്മെൻറ്റോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര ഇമോഷൻ. ചിലവർ പറയുമല്ലോ അത് ഇറങ്ങി പോകുന്നില്ല, നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അതായത് ഞാൻ ഓവർ ദ ഇയേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് അങ്ങനെയാണ്, ഞാൻ ജോലി ചെയ്ത രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര യൂസ്ഡ് ആയി ആ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക്, അല്ലെങ്കിൽ അത്രയും ഫോക്കസ് ചെയ്ത് നമ്മളൊരു സിനിമ മാത്രം എടുത്ത് ആ കഥാപാത്രത്തിൽ തന്നെ 6 മാസം 5 മാസം നമ്മൾ വർക്ക് ചെയ്ത് പലപ്പോഴും സിനിമ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2-3 സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്രശ്നം ഉണ്ടാവും. എനിക്ക് ആ പ്രശ്നമില്ല. മുൻപും പിൻപും എന്ന് പറഞ്ഞ ചിന്തയില്ല, മുൻപും ഇല്ല പിൻപും ഇല്ല. ശരി, അപ്പോൾ ഓണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാൻ തോന്നുന്നു. കുറേ നാൾ അച്ഛൻ കുട്ടിക്കാലത്തൊന്നും ഓണത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണം? ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണം ഇല്ല. അങ്ങനൊരു എല്ലാം മറന്നുപോയ ഓണങ്ങളാണ് അങ്ങനെ കഴിക്കുമ്പോൾ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ആഘോഷം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓണമാണെന്ന് ആഘോഷിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് പൊതുവെ. കാരണം ഓണം എന്ന് പറഞ്ഞ ദിവസം മാത്രം ആഘോഷിക്കാം എന്നുള്ളതിനപ്പുറം എന്തുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും നല്ല ഭക്ഷണം, നല്ല വീട്ടുകാരുമായിട്ട് എല്ലാവരും ഈ ഒത്തുകൂടൽ, ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ ഭാഗം ആയിട്ട് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിൽ തന്നെയാണ്, അച്ഛനും അമ്മയുടെയും കൂടെയാണ്. വല്ലപ്പോഴും ഇപ്പോൾ പുറമേ നിന്ന് വരുന്ന ആൾക്കാർ, വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഓണമൊക്കെ അവധിക്കാലം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ്, നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അച്ഛനമ്മയുടെ കൂടെ ഉണ്ട്, ഇവിടെ കൂടെ ഉണ്ട്. ഈ ഒത്തുകൂടലൊക്കെയാണല്ലോ ഓണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധനം. എല്ലാവരും ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് നമുക്കിതിനൊക്കെയുള്ള സാഹചര്യവും സന്ദർഭങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതുണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ദിവസങ്ങളൊക്കെ തന്നെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഓണം തന്നെയാണ്. ഇത്തവണത്തെ ഓണവും അച്ഛനും അമ്മയ്ക്കും ഒപ്പം? അതെ, അച്ഛനും അമ്മയുടെ കൂടെയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയുടെയും കൂടെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അച്ഛന് വയ്യ എല്ലാം കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞാൻ അച്ഛനും അമ്മയുടെയും കൂടെയാണ്. ഓണവും വിഷുവും ആഘോഷങ്ങളൊക്കെ തന്നെ അവരുടെ കൂടെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വയ്യായികയൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഭയങ്കര ആഘോഷമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ. ഓണത്തിന് സിനിമയുടെ റിലീസുകളുണ്ട്. ഏതൊക്കെ സിനിമകളാണ് ഓണത്തിന്? ഇപ്പോൾ ഉള്ളത് ഓടും കുതിര, ചാടും കുതിര, അൽത്താഫിൻ്റെ ഡയറക്ഷനിൽ ഫഹദ് കല്യാണി ഒക്കെയുള്ള സിനിമ, അതാണ് ഓണം. അപ്പോൾ ദിലീപിനൊപ്പം ഒരു സിനിമ വരുന്നുണ്ട്, ബബ്ബ. ആ യെസ്. പിന്നെ തമിഴിലേക്ക് ചേക്കേറുന്ന കാര്യം പറഞ്ഞു. അത് ചേക്കേർ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ കുറേ സിനിമ വന്നു, ഒരു 3-4 സിനിമ വന്നു തമിഴിൽ. അത് കണ്ടിട്ട്, കാരണം അത് ചെന്നൈയിലൊക്കെ പലരും കണ്ടിട്ട് വന്നു.
പക്ഷെ അപ്പം ഞാൻ ഇവിടെ കുറച്ച് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അവസാനം ഒരു സിനിമ വന്നപ്പോൾ അതിപ്പോൾ തുടങ്ങി ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞു. അതിൻ്റെ ബ്രേക്കിലാണ് ഇപ്പോൾ. എങ്ങനെയാണോ ജീവിച്ച് പോന്നത് അതിലൊരു മാറ്റവും വരുത്താതെ അതെ, എല്ലാ ദിവസവും ഓണം പോലെ ആഘോഷിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരാൾ. അത്രേ ഉള്ളൂ. പണ്ട് തിരുത്താൻ പറഞ്ഞവരെ ഇപ്പൊ തിരുത്തുകയാണ്. അതെ, അത്രേ ഉള്ളൂ. അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ, അന്നും ഇന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ മാത്രമേ ഉഴപ്പിയിട്ടുള്ളൂ. വേറൊരാളെ ദ്രോഹിക്കുന്നതോ അല്ലെങ്കിൽ ഞാനൊരാളെ വിളിക്കുക പോലുമില്ല. ഓക്കെ, ഞാനൊരാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല. ആകെ വിളിക്കുന്ന അമ്മേനെ വിളിച്ച് കാശ് ചോദിക്കുന്നല്ലാണ്ട് അത് ഒരു മാസത്തിൽ ഒരു തവണ വിളിച്ച് ഇപ്പോഴും അവര് വർഷങ്ങളായിട്ട് എന്നെ വിളിക്കാറില്ല. അച്ഛനമ്മ എൻ്റെ അച്ഛനും അമ്മയുടെ നമ്പർ അല്ല, ഇപ്പൊ കൈനിറച്ച സിനിമകളാണ്. എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കാണുന്ന ഒഴിച്ചാൽ എന്നെ എൻ്റെ അമ്മ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു എത്രയോ വർഷങ്ങളായി. അച്ഛൻ എനിക്ക് തോന്നുന്നു 15 വർഷം മുന്നേ അവസാനം വിളിച്ചു. അച്ഛൻ്റെ അമ്മയുടെ നമ്പർ ഇല്ലാന്ന് അത് തെറ്റി വിളിച്ചതാ. അച്ഛൻ എന്താ ആരെ വിളിക്കാന്നോ നീ ആയിരുന്നു എന്ന് മറ്റേ അങ്ങനെ കട്ട് ചെയ്ത് പോയതാ. അല്ലാണ്ട് ഞാൻ അവരുമായിട്ട് എനിക്ക് യാതൊരു ഇത്. പക്ഷേ ഞാൻ വീട്ടിലുണ്ടാവും, അച്ഛനുമായിട്ട് ഭയങ്കര. പക്ഷെ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു മോൻ അവർക്കുണ്ട്, മൂത്ത മോൻ. അദ്ദേഹം എല്ലാ ദിവസവും വിളിക്കും. പുള്ളി വീട്ടിലേക്ക് വരൂല്ലെങ്കിലും എല്ലാ ദിവസവും വിളിക്കും. ഞാൻ വീട്ടിലുണ്ടാവും, ഒരിക്കലും വിളിക്കാറില്ല. ഇപ്പം വിളിക്കണമെന്നില്ലല്ലോ, വീട്ടിൽ നമ്മളുണ്ടല്ലോ. വീട്ടിലുണ്ടാവും, അവർ ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കും, വല്ലപ്പോഴും അവരെന്തെങ്കിലും പറയുമ്പോൾ സംസാരിക്കും. അവർക്കൊരു ആശ്വാസമാണല്ലോ, നമ്മളൊരാളെ മകൻ അവിടെ ഉണ്ടാവും. എനിക്കൊരു സന്തോഷം. കൊച്ചിയിലായിരിക്കും ഒരു പ്രത്യേകതരം ബന്ധം. കൊച്ചിയിലായിരിക്കുമ്പോ ഇപ്പൊ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പൊ അച്ഛനും അമ്മയുണ്ട്, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്താ സിനിമ ആലോചനകൾ മാത്രമാണോ? ഞാനല്ലേ അങ്ങനെ ഒരു ആലോചനയും ഇല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെയായി, ഇപ്പോൾ ഉച്ചയായി, ഉച്ചക്കെന്ത് കഴിക്കാം, അതാണ് ആലോചന. പിന്നെ ഒന്ന് ഉറങ്ങണം. വൈകിട്ടാകുമ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളാണെന്ന് ഭക്ഷണം. അപ്പോൾ വൈകിട്ടത്തെ ചായ ഇന്നെന്ത്, പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസം എന്ത് പുതിയ എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഇതൊക്കെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പിന്നെ കുറേ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ റിസർച്ച് വിഷയങ്ങളുണ്ട്. PhD റിസർച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങളുമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ, TV അപ്ഡേഷൻ, ന്യൂസ്, ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്. വേൾഡ് പൊളിറ്റിക്സ് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളോട് താല്പര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ചെറുപ്പം മുതലേ ഉള്ള ഒരു നോളജ്. അത് അച്ഛൻ ശീലിപ്പിച്ചതാണ്. നമ്മൾ പലപ്പോഴും എല്ലാ ദിവസവും പേപ്പർ വായിക്കണം, ആ വായനയുണ്ട്. പുസ്തകം നോൺ ഫിക്ഷൻ ഒന്നും ഞാൻ വായിക്കാറേ ഇല്ല. ഫിക്ഷനൊന്നും പുസ്തകം വായന വളരെ കുറവ്. പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം പോലും ബോറടി ഇല്ല. കാരണം ഞാൻ എത്രയോ മാസങ്ങളും 2 മാസവും ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രിവിലേജ് ഒക്കെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ എന്ന ആ ഒരു വ്യക്തിയുടെ മകനായിട്ട് ജനിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ മറ്റുള്ള ഞാൻ കുറച്ച് കാലേ പ്രിവിലേജ് കിട്ടിയിട്ടുള്ളൂ. പ്രിവിലേജ് അടിസ്ഥാനമായിട്ട് പ്രിവിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം ഉണ്ടാവണം. പ്രിവിലേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ബേസിക്കലി ഈ പ്രിവിലേജുള്ള കുറേ പേരുണ്ട് ഈ നാട്ടിൽ, ഞാൻ മാത്രമൊന്നുമല്ല. അടിസ്ഥാനമായും നമുക്ക് ബേസിക്കലി വേണ്ടത് ബേസിക് നീഡ്സ്, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. ഓക്കെ, ഇതിലുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരുണ്ടാവും, അപ്പർ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരുണ്ടാവും, റിച്ചുള്ള ആൾക്കാരുണ്ടാവും. ശ്രീനിവാസൻ്റെ മകനായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര പ്രിവിലേജ് ഒന്നും കിട്ടിയില്ല. ശ്രീനിവാസൻ്റെ മകനായ കിട്ടിയെന്ന് വെച്ചാൽ സിനിമയിലൊരു സാധ്യത. ശ്രീനിവാസൻ അത് പിടിച്ചു വാങ്ങിയതാണ്. കാരണം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആള് ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചേട്ടാ ആ കാലം എന്ന് വെച്ചാൽ ഞാനിപ്പോ എൻ്റെ അച്ഛൻ മാഷായിരുന്നു, ഓക്കെ, കൃഷിക്കാരനായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ ശ്രീനിവാസനാ. എൻ്റെ അച്ഛൻ ആ രീതിയിൽ ജീവിച്ചാൽ മതി, വളരെ ലളിതമായി ജീവിച്ചാൽ മതി. പക്ഷേ എനിക്ക് എങ്ങനെ വേണം ജീവിക്കാം, കാരണം എൻ്റെ അച്ഛൻ ശ്രീനിവാസനല്ലേ. പക്ഷെ ഞാൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. കാരണം പുറത്തു പോകുന്നില്ല, കൂട്ടുകെട്ടുകളില്ല, ഫുഡും താമസവും തന്നാൽ മതി. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫുഡിന് വേണ്ടിയിട്ടാണ്. ചെയ്യാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവില്ല ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ പക്ഷെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കും എന്ന് മാത്രം. അപ്പോൾ
നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ വളരെ ലളിതമായി നമ്മുടെ ജീവിതം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്രോച്ചാണ് ലൈഫിനോടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇന്നും ഞാൻ പഠനം പൂർത്തിയാക്കാത്തത് കൊണ്ട് വീട്ടിൽ അച്ഛനുമായിട്ടുള്ള ചെറിയ ഇത് വന്നു, പഠനം പൂർത്തിയാക്കിയില്ല. നേരത്തെ പ്രിവിലേജ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഈ പ്രിവിലേജ് ഒരു പ്രായം വരെ നമുക്ക് കിട്ടുള്ളൂ വീട്ടുകാരെടുത്തുനിന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായം വരെ എനിക്ക് ആ പ്രിവിലേജ് ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഒരു 23-24 വരെയാണ് എനിക്ക് ആ പ്രിവിലേജുകളും വീട്ടിൽ നിന്ന് കാശ് തരുന്നതൊക്കെ ഉള്ളത്. വൺസ് ഒരു 23-22 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയൊന്ന് ചവിട്ടും, ഇനി നീ അതാക്കും അതാന്ന് പറയും. അപ്പോൾ നമ്മൾ വീട്ടുകാരായിട്ട് അടക്കും, എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. ഒരു 24 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ തിരയിൽ വരുന്നത് ഇപ്പോൾ 36 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ തിരയിൽ വരുമ്പോൾ 12 വർഷം മുന്നേ 24ലാണ് വരുന്നത്. ആ 24 തൊട്ട് കഴിഞ്ഞ 12 വർഷം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ സ്വന്തം കാലിലാണ്, സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ സ്വന്തം കാശിൽ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് വീട് വെക്കാം, കാർ വാങ്ങിക്കാം, ഇത് ചെയ്യാം, നമുക്ക് എന്ത്. അപ്പോൾ ഈ പ്രിവിലേജ് നമുക്ക് തുടക്കത്തിൽ കിട്ടും. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ പ്രിവിലേജ് നേരത്തെ പറഞ്ഞ പോലെ നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായി നമുക്കൊരിത് കിട്ടും. പക്ഷെ തുടർന്ന് നമുക്ക് സിനിമയൊന്നും കിട്ടില്ല. തുടർന്ന് സിനിമ കിട്ടണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ, ആൾക്കാരുമായിട്ടുള്ള ഇടപഴകൽ, നമ്മൾ എങ്ങനെയാണ്, പിന്നെ തരക്കേടില്ലാതെ അഭിനയിച്ച് പോയാൽ തന്നെ കുറച്ച് സാധനം കിട്ടും. പിന്നെ ഇതെല്ലാ കാലവും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പോൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഉപദേശമായിട്ട് നടക്കുന്നത് കിട്ടും. എന്നാൽ പോലും ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ജീവിക്കാനുള്ളൊരു ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു സാധനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ച കാര്യം ഞാൻ പറയാം, പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുത്താൽ, കാരണം ഇവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട, അവരിൽ നിന്ന് വേണ്ട, നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികത്തിന് വേണ്ടി അവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട. കഴിഞ്ഞ 12 ഇയേഴ്സായിട്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സമയമെടുത്ത് നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയാണ്. പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ കാശിൽ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിനകത്ത് അവരിൽ നിന്ന് നമ്മൾ ഇനി മുന്നോട്ട്. കാരണം ഞാൻ അച്ഛനെ കണ്ടിട്ടൊന്നുമില്ല ഞാനിപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ അത്രയും വർഷങ്ങളിൽ അച്ഛനുണ്ട്, അച്ഛൻ നമുക്കെന്ന്, കാരണം അങ്ങനെ ഒരു സപ്പോർട്ടും സിനിമക്കകത്ത് പുള്ളി നമുക്ക് ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ ഈ പ്രിവിലേജ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാരണം അങ്ങനെ ഒരു പ്രിവിലേജുകൾ കിട്ടാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, ആ വീട് ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ കൂടലിനെ വിളിച്ചിട്ടില്ല. അപ്പോൾ എന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞാൽ പുള്ളി. അപ്പം പിന്നെ അത്തരം പ്രിവിലേജുകൾ എനിക്ക് എത്രയോ വർഷങ്ങൾ, കാരണം ഞാൻ എത്രയോ വർഷമായിട്ട് അവരെ കണ്ടിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അന്ന് സംസാരിക്കാതെ പോയത്, കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും സംസാരിക്കാത്തത്. പക്ഷെ കാണുമ്പോൾ സംസാരിക്കും, അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രിവിലേജുകളെല്ലാം നഷ്ടപ്പെട്ടൊരു സമയമുണ്ട്. അതും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ്. നമ്മൾ പഠനം പൂർത്തിയാക്കാത്തത് കൊണ്ട് പുള്ളി ഒരുപാട് നമ്മളെ പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ടു. പക്ഷേ പുള്ളി തോറ്റുപോയി. എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചതല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ പലതും പഠിപ്പിക്കാൻ നോക്കി. പക്ഷേ എന്ത് പറ്റി, അൾട്ടിമേറ്റ്ലി അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുക, അവരവരെ സ്വന്തം കാലം നിൽക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. പിന്നെ ഏറ്റവും അവസാന കാലമൊക്കെ ആഗ്രഹിക്കുന്നത് മക്കൾ ഇനി ഒരു പണിക്കും പോയില്ലും കുഴപ്പമില്ല, വീട്ടിൽ നിന്നാൽ കുറച്ചാലും ഇവിടെ മക്കളൊന്ന് വീട്ടിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കും. സക്സസ്സിനപ്പുറം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ. അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ 2013 തിര കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വീട്ടിൽ കയറ്റുന്നത്. അപ്പോൾ ഒരു സിനിമ ചെയ്തതിന് ശേഷം അന്ന് എന്നോട് പറഞ്ഞതാണ്, ഇനി എവിടെയും പോണ്ട, ഇവിടെ നിന്നോന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞാൻ. അപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് അതിനിടയിൽ നമ്മളിവിടെ ഫ്ലാറ്റ് വാങ്ങി, വേറെ സ്ഥലങ്ങളിൽ വീട് വാങ്ങിച്ചു, അതൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെയും കൂടെയാണ്, ആ വീട്ടിലാണ് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ കൂടുതലും വരാതെ എന്നെ കേറ്റില്ല, കാലിൽ ഓടിക്കുന്നു പറഞ്ഞ വീട്ടിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. എന്തായാലും അവര് സ്വപ്നം കണ്ട ഒരു മകനായി മാറി കഴിഞ്ഞു. അവരുടെ സ്വപ്നത്തിന് മേളിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാക്കരുത്. ഇഷ്ടഭക്ഷണം ചോറും കറിയൊക്കെ തന്നെയാണ്. ബിരിയാണിയോടൊരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടെന്ന് മാത്രം. അത് നമ്മുടെ നാട്ടിൽ തലശ്ശേരി ആയതുകൊണ്ടും തലശ്ശേരി ബിരിയാണിയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മകൻ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വെയിറ്റ് ചെയ്യും തോന്നുന്നല്ലേ? ആ സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ബിരിയാണി പുള്ളിക്കും ഭയങ്കര വലിയ കാര്യമായതുകൊണ്ട് പുള്ളി
ആ കൊറോണ സമയം മുഴുവൻ ഞാൻ അതിനുശേഷം ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ കിട്ടുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഷൂട്ടിൻ്റെ ഇടവേളകൾ എന്തെങ്കിലും ഗ്യാപ്പ് വരുന്ന ദിവസം വീട്ടിലുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കും. അപ്പോൾ പുള്ളി വെയിറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയണം എല്ലാം കൊണ്ടും ഇപ്പോൾ 100-ൽ 100 എൻ്റെ മാർക്ക്. സമയം പോയത് അറിഞ്ഞില്ല. ഓണമാണ്. ഏതായാലും വിനീത് മനോഹരമായി പാടും, ധ്യാനും പാടുമെന്ന് അറിയാം, പക്ഷെ അധികം പാടി കേട്ടിട്ടില്ല. ഒരു 2 വരി കേൾക്കാത്തതാണ് നല്ലത്. ഞാനിത് അറിഞ്ഞിരുന്ന ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ട് വരുന്നത്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ. ആ പാട്ട് ഇടക്ക് മറ്റേ യാത്രക്കാരെ ശ്രദ്ധക്കിലെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറില്ലേ, എൻ്റെ അച്ഛന് നല്ലത് മാത്രം അച്ഛന് അതായിരുന്നു എൻ്റെ ആ കാലം. അതായിരുന്നു എൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു 2013-14 വരെ വിഷ്വൽ പറയും. അച്ഛനെ ആ തെണ്ടിനെ ഞാൻ ജയിലിലേക്ക് മറ്റേ അങ്ങനെ ആയിരുന്നു. എന്നുവെച്ചാൽ ഫുൾ അച്ഛനോടുള്ള സ്നേഹം ഒരു സൈഡ് ഭയങ്കര സ്നേഹമുണ്ട്, മറ്റേ സൈഡ് അവനെ ഞാൻ കോടതി കയറ്റും. അല്ല, അപ്പുറത്ത് പുള്ളി ഇതിനപ്പുറമാണ്. അവൻ കേരളത്തിൽ എവിടെയും വന്നിട്ടുണ്ട്, അവനെ ഇന്നെ റിപ്പോർട്ട് ചെയ്യണം, അവനെ ഞാൻ കാലുകല്ല് ഓടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പുറത്ത്. അപ്പം ഞാൻ ഇപ്പുറത്ത്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ എൻ്റെ കൂടെ നിൽക്കണോ അച്ഛൻ്റെ കൂടെ നിൽക്കണോ എന്നുള്ള അവസ്ഥയായിരുന്നു പലർക്കും. അങ്ങനെ എൻ്റെ മാമനാണ് ആക്ച്വലി സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പം മാമനോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അവനെ നീ സിനിമയിൽ കൊണ്ട് നിന്നെ ഞാൻ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ മാമൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അത്രമാത്രം എനിക്ക് നേരത്തെ പറഞ്ഞ പ്രിവിലേജുകൾ കിട്ടിയിരുന്നു. ഏതെങ്കിലും രീതിയിൽ പുള്ളിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു എന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയേനെ. പക്ഷേ അതല്ല, അതിൻ്റെ എൻ്റെ ഒരു പകവീട്ടലും കൂടിയാണ് ഇപ്പോൾ ഉള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും സിനിമ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ചെയ്ത് തീർത്ത്. ഇങ്ങനെ പറയാറുണ്ടോ, അച്ഛനോട് പറയാറുണ്ടോ? ഏത് ഇതൊന്നും നേരിട്ട് പറയില്ല, ഇതുപോലെ ഇന്റർവ്യൂവിൽ പറയുന്നല്ലേ ഞാൻ പറഞ്ഞു. നേരിട്ട് പറയാറില്ല. കളിക്കും ഞങ്ങൾ തമ്മിലൊരു കളിയും തമാശയൊന്നുമില്ല. പുള്ളി എന്നെ കളിയാക്കും, ഞാനതൊക്കെ കേട്ട് ചിരിച്ചിരിക്കും. ഇതേപോലെ അടുത്ത ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ച് പറയും. പാടിയല്ലോ. കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ, അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി, എൻ്റെ സ്നേഹിതയാണു നീ. ഞാൻ എപ്പോഴും പറയാണ്, പാട്ടും സീരിയസ് ആയിട്ട് എടുക്കാമായിരുന്നു. കാര്യം വിനീത് സ്വാഭാവികമായിട്ട് അതിനെ സീരിയസ് ആയിട്ട് എടുത്തു, ഗായകനും കൂടിയായി. ധ്യാനും അത് പറ്റും. പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്യാത്ത. അപ്പോ എനിക്ക് ഒടുവിൽ പറയാനുള്ളത്, ആ അച്ഛനും മകനും അഭിനയിച്ച ആ പടത്തിന്റെ ആ തലക്കെട്ടാണ് അച്ഛന്റെ മകൻ. പക്ഷെ ഇന്ന് ധ്യാൻ മകന്റെ അച്ഛനാക്കിയത് തിരുത്തിയിട്ടുണ്ട്. അതെ, അതിൻ്റെ ഏറ്റവും വലിയ പ്രതികാരമുണ്ട്. ഒരു സാധനമുണ്ട്, 2019 ഞാൻ സംവിധാനം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡ്രാമയിൽ അച്ഛൻ അഭിനയിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പം കാരണം ഒന്നും പഠിക്കാതെ ഞാൻ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഏത് വർഷം 2006-2007 സമയത്തൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ എന്നെ ഇറക്കി വിടാൻ കാരണം, എന്നോട് ചോദിച്ചു ഇനി എന്താണ് ധ്യാൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയാണ് താല്പര്യം, ഇറങ്ങിപ്പോടാം. ഇങ്ങനെയാണ് എന്നെ പുറത്താക്കുന്നത്. കാരണം പുള്ളിക്ക് അറിയാം എനിക്ക് സിനിമയോട് യാതൊരു താല്പര്യമില്ലെന്ന്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നിൻ്റെ അച്ഛൻ സിനിമയാണ്, നീ ആ വഴിക്ക് അച്ഛനോട് പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിട്ടാ. കാരണം സിനിമയോട് എനിക്ക് ഒരു ഇത് താല്പര്യമില്ലെന്ന് പുള്ളിക്ക് അറിയാം. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് അച്ഛൻ എന്നെ പുറത്താക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ വാശി ഉണ്ടായിരുന്നു, അതെന്താണ് സിനിമ ഒരാളുടെ. അപ്പോൾ എൻ്റെ ചിന്ത ഇതാണ്, സ്കൂൾ മാഷായ ശ്രീനിവാസൻ സിനിമയിൽ വരാമെങ്കിൽ എന്തുകൊണ്ട് ശ്രീനിവാസൻ്റെ മകനായി എനിക്ക് സിനിമയിൽ വന്നുകൂടാ. അപ്പോൾ സിനിമ ഒന്ന് അറിയണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നാട് വിട്ട് പോകുന്നത്. പിന്നെ ബുദ്ധിമുട്ടായി പഠിക്കാനുള്ള സിനിമ ഇനി പഠിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത്, അതും പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ പക്ഷെ പഠിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർന്നു. ഇത് ആ ജീവിതമൊക്കെ ഉണ്ടായിരുന്നു ഒരു കുറച്ച് കാലം. അതൊക്കെ കഴിഞ്ഞിട്ട് സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഏറ്റവും വലിയ ആഗ്രഹം
എന്നെ മറ്റേ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞ പോലെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ഇങ്ങനെ എൻ്റെ സിനിമാ സംവിധാനം ഇതാണ്, ഒരു ചെറിയൊരു വേഷം നയൻതാരയുടെ അച്ഛനായിട്ടാണെന്ന്. പുള്ളി ഒന്നും കഥ പോലും കേൾക്കാതെ ഓക്കെ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അപ്പം എൻ്റെ ഒരു കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാരയുടെ അച്ഛനായതുകൊണ്ടാണോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേറെ ആരുടെ അച്ഛനാന്ന് പറഞ്ഞു. കാരണം സാധാരണ എല്ലാം കഥ കേട്ട് ഓക്കെ പറയുന്ന ആളാണ്. അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹമാണോ നയൻതാരയാണ് അവിടെ അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഒന്നും കഥ പോലും ചോദിച്ചില്ല. പുള്ളി അഭിനയിക്കാൻ വേണ്ടി തലേ ദിവസം വന്നപ്പോഴേക്കും പുള്ളിക്ക് അറ്റാക്ക് വന്ന് പുള്ളി കൊളാപ്സായി. അങ്ങനെ ഷൂട്ട് നിർത്തിവെച്ചു. അപ്പോഴും അപ്പോൾ ചേട്ടൻ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിൻ്റെ ആഗ്രഹം ഇത് അച്ഛൻ നടന്നില്ലല്ലോ. അപ്പം പുള്ളി അവിടെ നമ്മളെ ഒന്ന് തളർത്തി. പക്ഷെ പുള്ളി പൂർവാധീന ശക്തിയോടെ തിരിച്ചു വന്നു. പുള്ളി വന്ന് അഭിനയിച്ചു. അപ്പം ആക്ഷൻ പറയുന്ന ആ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ സാധനമാണ്. ആക്ഷൻ പറഞ്ഞു. അങ്ങനെ ആ ആക്ഷൻ വിളിച്ച് ഷൂട്ട് ചെന്നൈയിലായിരുന്നു. അത് കഴിഞ്ഞു വളരെ അഭിമാനത്തോടെ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരും വിശാഖുണ്ട് അജുണ്ട്. അപ്പം ഭയങ്കര ഒരു മൊമെൻറ്റ് ഞാനിങ്ങനെ ഇത് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വിശാഖനോട് പറഞ്ഞു അളിയ നാളത്തോടെ നമ്മുടെ കയ്യിലെ കാശൊക്കെ തീരും, ഇനി കുറച്ച് 10 ദിവസം ഷൂട്ടുണ്ട്, അഭിമാനം കൊള്ളണ്ട, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഷൂട്ടിന് വന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് പിന്നത്തെ 10 ദിവസത്തെ ഷൂട്ടും പ്രതികാരം ചെയ്തു. അങ്ങനെയും പ്രതികാരം ചെയ്തു. കാരണം പിന്നീട് ഉണ്ടായിട്ടുള്ള ഏകദേശം അഭിനയിക്കാൻ വന്ന പുള്ളിക്ക് അന്ന് കാശ് കൊടുക്കണം അച്ഛന്. കാരണം സ്വാഭാവികം അച്ഛനാണെങ്കിലും ആർട്ടിസ്റ്റാണ്. നമ്മൾ അന്ന് പേയ്മെൻറ്റ് കൊടുക്കണം പറഞ്ഞ ദിവസം ആ പേയ്മെൻറ്റ് പോലും കൊടുക്കാനില്ലാതായപ്പോൾ ആ കാശ് ഉൾപ്പെടെ ലക്ഷങ്ങളോളം പുള്ളി തന്നു. അങ്ങനെ പുള്ളി പൈസ തന്നിട്ടാണ് പിന്നീടുള്ള 10 ദിവസം ഷൂട്ട് തീർത്തത്. അങ്ങനെയും പ്രതികാരം കിട്ടി. എന്തായാലും വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു അതെ, ഞാനത് ആ പോയിന്റ് തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത്. അതായത് എങ്ങനെയാണോ തുടർന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോയിട്ട് എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലവും 4 കാലേ വീഴുള്ളൂ. എങ്ങനെ പോയാലും എങ്ങനെ ഇതായാലും എവിടെ പോയാലും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അങ്ങനെ നേരത്തെ നമുക്ക് വേണ്ടതും അതാണല്ലോ അല്ലേ. ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതെ അതെ അല്ല തളർന്നു പോകാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ കാലവും ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എല്ലാ കാലവും ഇതൊക്കെ ഒരു സമയമാണല്ലോ. ഇതൊന്നും അന്ന് ഞാൻ ലോഡ്ജിൽ മാൻഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനോട് പറഞ്ഞത് ഇതൊരു ടെമ്പററി ഫേസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നന്നായി വരും. അല്ല നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞു നമ്മളാണ് സ്റ്റക്കായി പോകുന്നത്. ലൈഫ് സ്റ്റക്കൊന്നും ആവുന്നില്ല. നമ്മൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നമ്മളെടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളാണ് മുന്നോട്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ടെടുത്ത തീരുമാനങ്ങളൊക്കെ വളരെ വളരെ കറക്റ്റായിരുന്നു. കറക്റ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൻ്റെ കാര്യത്തിൽ വളരെ കറക്റ്റായിരുന്നു. സിനിമയുടെ കാര്യത്തിൽ ഇപ്പോഴും അല്ല. പക്ഷെ അവിടെ അപ്പോഴും നമുക്കൊരു നമ്മൾ എയിം ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അത് അല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു അത്രയും കാലം അത് മാത്രമാണെന്നല്ല. പക്ഷെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമിക്സ് നോക്കുമ്പോൾ നമ്മൾ +2 ആണ്. +2 വരെ പഠിച്ചവർക്ക് പ്രത്യേകിച്ച് ജോലി. ഞാൻ കോൾ സെൻറ്ററിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആകെ കിട്ടുന്ന കോൾ സെൻറ്ററിൽ ജോലി കിട്ടും ആ സമയത്ത്. ഇപ്പോൾ കുറേ അന്നൊന്നും ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരുപാട് ജോലികളുണ്ട്. +2 കഴിഞ്ഞാലും 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലിക്ക് പോകാം. ഒരുപാട് അന്നന്ന് നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകണമെങ്കിൽ കോൾ സെൻറ്റർ ജോലി എന്ന് പറയുന്നത് അന്ന് എനിക്കൊരു 8,000-7,000 രൂപ ശമ്പളത്തിലാണ് ഞാൻ കുറച്ച് കാലം ജോലി ചെയ്തത്. അപ്പോൾ ആ കാലയളവ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാലം എന്ന് വെച്ചാൽ അറ്റം മുട്ടിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഈ ലോഡ്ജിലെ പൈസ കൊടുക്കണം, ഭക്ഷണം, കള്ളുകുടിക്കണം, അങ്ങനെ വലിയ ചിലവാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ തോന്നിയത് ആ സമയത്താണ്. കാരണം പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എത്ര കാലം നിന്നപ്പോൾ ഒന്നും ഒരു അറിഞ്ഞില്ല. ആ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം അറിഞ്ഞു. അപ്പോൾ പിന്നെ സിനിമയിലൊരു അവസരം കിട്ടിയപ്പോൾ ഫസ്റ്റ് ചിന്ത തന്നെ ഇനി വീട്ടുകാരുടെ അടുത്ത് എന്തായാലും ഇനി ഊറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ അവനവൻ കുറച്ച് കാശുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാം. അപ്പം ഞാൻ അപ്പോഴും ആലോചിക്കുന്നത് 35 വയസ്സ് ഒരു അച്ഛൻ ആദ്യത്തെ സിനിമ എഴുതുന്നത്, ഇപ്പം 36 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി തുടങ്ങാം. 12-13 വർഷത്തെ അനുഭവ സമ്പത്ത്, ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും സിനിമകളുടെ സമ്പത്ത്, അനുഭവ സമ്പത്ത്. അപ്പോൾ ഞാൻ വെച്ചു ഇനി അങ്ങ് തുടങ്ങി ഒരു കാര്യങ്ങളങ്ങ് ചെയ്ത് പതിയെ തുടങ്ങാം. അതും അച്ഛൻ്റെ സമ്മതത്തോടുകൂടി, അച്ഛൻ്റെ
പേരിലൊരു കമ്പനി വരെ തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചെറിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല എന്തായാലും. അപ്പോൾ പുള്ളി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അപ്പോഴൊക്കെ ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ പേരിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സിനിമാക്കാരെ മക്കൾ ഇങ്ങനെ വരുന്ന പുറത്ത് എത്ര കഴിവുള്ള ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഒരു അവസരമില്ല, നിങ്ങളൊക്കെ കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പറച്ചിൽ നിർത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ആദ്യത്തെ ഒരു വിഷൻ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് കഴിവുള്ള ആൾക്കാർ ആരൊക്കെയാണ്, നിങ്ങൾ വരൂ, നിങ്ങളുടെ കഴിവ് കാണിക്കുക, നമ്മൾ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കും വേണ്ടത് നല്ല കഥകളും നല്ല സിനിമകൾ ഉണ്ടാവുക, അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത്. അത് ആരുടെ കഥയാണെങ്കിലും അല്ലെങ്കിൽ ആര് സംവിധാനം ചെയ്ത് നമ്മളത് വിഷയമല്ല, നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക. മലയാള സിനിമക്ക് ആ രീതിയിൽ എന്തെങ്കിലും അതിൽ ഓർമ്മിക്കാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആര് വരുവാണെങ്കിലും ഹാപ്പിലി നമ്മൾ ഒഴിഞ്ഞു മാറി അവർക്ക് വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കമ്പനിയുടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഏതായാലും വളരെ സന്തോഷം. പറഞ്ഞു നിർത്തിക്കല്ലേ. അത് എനിക്ക് തോന്നുന്നു ധ്യാനുമായിട്ട് എത്ര പറഞ്ഞിരുന്നാലും നമുക്കും മടുക്കില്ല. ധ്യാനൊരു ഒഴുക്കാണ്, ഒരു സംശയമില്ല. ഏതായാലും വളരെ സന്തോഷം. എല്ലാ ദിവസവും ഓണം ആഘോഷിക്കുന്നു, അത് വാക്കുകൾ കൊണ്ട് ജീവിതം കൊണ്ട്. അങ്ങനെ ഒരു പ്രചോദനമായ ധ്യാൻ, ഒരുപാട് സന്തോഷം. ഈ വർഷത്തെ ഓണവും അതിഗംഭീരമാകട്ടെ. എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഒപ്പം ചേർന്നതിന് അളിയാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ശരി, വളരെ സന്തോഷം.